Namaskaram, my dear ones. This is Nishant Raghunath here, welcoming you to a new lesson from my income tax classes. Right. ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇസ് ദി ചാപ്റ്റർ റിട്ടേൺ ഓഫ് ഇൻകം. നമ്മുടെ സിലബസിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴേ വൺസ് വി ഫിനിഷ് അസസ്മെന്റ് ഓഫ് ടാക്സ് ലയബിലിറ്റി എല്ലാം കഴിഞ്ഞ് TDS, TCS, അഡ്വാൻസ് ടാക്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് കുറേ കുട്ടി തിയറി ഏരിയാസ്. ഓക്കെ, ഇവിടെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തിയറി ആണെന്ന് വെച്ചാൽ അതെ, പക്ഷെ അവിടെ ചിലപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ, പെനാൽറ്റിയുടെ കാൽക്കുലേഷൻ, അതൊക്കെ കുറച്ച് ന്യൂമറിക്കൽ വർക്ക് നടത്തേണ്ട പരിപാടിയുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഐ കാൻ സേ പ്യോർലി തിയറിറ്റിക്കൽ ബട്ട് പ്രിഡോമിനന്റ്ലി തിയറിറ്റിക്കൽ ഏരിയ. ആൻഡ് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിട്ട് ഇമ്പോർട്ടൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 to 4 മാർക്ക് തിയറി ക്വസ്റ്റ്യൻ വരാം. ആൻഡ് അത് മാത്രമല്ല, ഈ 139 റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ റെലവൻസ് നമ്മുടെ PGBP വരെ വേറെ പല ചാപ്റ്ററുകളിലും നമ്മൾ കാണുന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറഞ്ഞാൽ PGBP സെക്ഷൻ 43B എന്താ പറയുന്നത്, അൺപെയ്ഡ് ലയബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അൺപെയ്ഡ് എന്ന് പറയുമ്പോൾ എൻ്റെ P&L ഞാനൊരു പേയ്മെന്റ് കാണിച്ചു, പക്ഷെ അത് പേ ചെയ്തിട്ടില്ലാത്ത കാരണം എനിക്ക് ഡിഡക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ പേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നേക്ക് പേ ചെയ്തിട്ടില്ല, റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. വർഷം കഴിയുമ്പോഴല്ല, റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ. അപ്പൊ എന്താണ് ഈ റിട്ടേൺ, എന്തിനാണ് ഇത് ഫയൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്, എന്നാണ് ഫയൽ ചെയ്യേണ്ടത്, ആരാണ് ഫയൽ ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ഈ സ്റ്റഡിയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, so I'll divide this study into 2 parts, and that is number 1, we'll understand what is return of income, return of income, and secondly I'll give you a section wise structure of this complete study. That is the complete study and section wise and murchu kaanichana, so that you understand what this whole chapter is about and how it is structured. Okay, but first let's understand the concept of return of income. See, you are an SSE. This right here is you and you are an SSE. ഇപ്പം SSE എന്ന് പറയുമ്പോൾ ആരാ, ഇൻകം ടാക്സുകളുടെ കണ്ണുകളിൽ, ഇൻകം ടാക്സ് ലോയുടെ കണ്ണുകളിൽ യു ആർ ടു ബി അസസ്ഡ്. നിങ്ങളെ ഒന്ന് അളക്കണം, നിങ്ങളെ ഒന്ന് സ്റ്റഡി ചെയ്യണം, നിങ്ങളൊന്ന് ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻസ് നിങ്ങളുടെ ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നുള്ളത് നോക്കണം, അല്ലേ? അതാണ് SSE എന്ന് പറയുന്നത്. അപ്പോൾ ദർ ആർ ഗുഡ് ചാൻസസ് ദാറ്റ് യു ഹാവ് ഏൺഡ് ഇൻകം, അല്ലേ? ഈ ഇൻകം ചിലപ്പോൾ ടാക്സബിൾ ആയേക്കാം, അല്ലേ? ചിലപ്പോൾ എക്സംപ്റ്റഡ് ആയേക്കാം, അല്ലേ? ഇനി ഈ ടാക്സ് അടക്കേണ്ടതിന് നമ്മൾ ടാക്സ് പേ ചെയ്യണം, അല്ലേ? ചിലപ്പോൾ ഈ ടാക്സ് നമ്മൾ TDS ആയിട്ട് വല്ലതും പേയ്മെന്റ് നടന്നിട്ടുണ്ടാവാം, TCS ആയിട്ട് പേയ്മെന്റ് നടന്നിട്ടുണ്ടാവാം, അഡ്വാൻസ് ടാക്സ് ആയിട്ട് പേയ്മെന്റ് നടന്നിട്ടുണ്ടാവും, പല രീതിയിൽ നടന്നിട്ടുണ്ടാവും, അല്ലേ? അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ച് ഇൻകം ടാക്സിന് അറിയാൻ ആഗ്രഹമുള്ളത് ഉണ്ടാകും, റൈറ്റ്? അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അതെങ്ങനെ അറിയും? നമ്മൾ അറിയിക്കണ്ടേ? അപ്പൊ നമ്മളിത് എങ്ങനെ അറിയിക്കും? സോ നമ്മളെന്ന് SSE ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഇതൊക്കെ അറിയിക്കുന്ന ഒരു മോഡാണ് റിട്ടേൺ ഓഫ് ഇൻകം. റിട്ടേൺ ഇസ് നത്തിങ് ബട്ട് ഒരു തരം നമ്മൾ എഴുതുന്ന, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എഴുതുന്ന ഒരു കത്ത്, നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ഒരു നോട്ടീസ് റിഗാർഡിംഗ് വാട്ട്, നമ്മൾ ആരാണ്, നമുക്ക് എന്തൊക്കെ ഇൻകം, എന്തൊക്കെ ഹെഡിലാണത്, എക്സെപ്റ്റ് ആണോ, ടാക്സബിൾ ആണോ, നമ്മൾ എത്ര പേ ചെയ്യണം, എത്ര പേ ചെയ്തു, TDS ആയിട്ട് TCS ആയിട്ട്, നമുക്ക് റീഫണ്ട് വേണോ, നമ്മൾ ഇനി എക്സ്ട്രാ പേ ചെയ്യണോ, നമ്മളെ സംബന്ധിച്ച് വരുന്ന പല കാര്യങ്ങളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് റിട്ടേൺ ഓഫ് ഇൻകം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സ്റ്റഡിയിൽ മുഴുവൻ റിട്ടേൺ വിളിക്കുന്നത് ഇസ് ഇൻ ഷോർട്ട് ഫോം ITR, ഇൻകം ടാക്സ് റിട്ടേൺ ITR എന്ന് പറഞ്ഞാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കംപ്ലീറ്റ് സ്റ്റഡി മേജർലി, ഈ പെർട്ടിക്കുലർ ചാപ്റ്റർ മേജർലി റിവോൾവ്സ് അറൌണ്ട് സെക്ഷൻ 139. 139ലാണ് ഈ കംപ്ലീറ്റ് സ്റ്റഡി ഇൻകം ടാക്സ് റിട്ടേണിന്റെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പെർട്ടിക്കുലർ ചാപ്റ്ററും ഈ 139ലെ പല ഏരിയാസ് കവർ ചെയ്തായിരിക്കും പോകുന്നത്. ഇപ്പൊ റിട്ടേൺ ഓഫ് ഇൻകം എന്താ മനസ്സിലായല്ലോ. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ ചാർട്ട് ആൻഡ് സെക്ഷൻ വൈസിൽ എങ്ങനെ ഈ സ്റ്റഡി വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു 139 ആണ് പേരന്റ് സെക്ഷൻ. 139 പേരന്റ് സെക്ഷൻ. ഇതിന്റെ അകത്ത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 139 ടോക്സ് അബൌട്ട് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം. 139 പറയുന്നത്. ഇനി ഈ 139നെ മുറിച്ച് ഏതാണ്ടൊരു 8-10 ഐറ്റംസ് ആക്കി മാറ്റും. നമുക്ക് ഓരോന്നോരോട്ട് മാറ്റാം. 139(1) അത് പറയുന്നത് എന്താ, മാൻഡേറ്ററി ഫയലിംഗ്, നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കേസസ് ആൻഡ് അതിന്റെ ഡ്യൂ ഡേറ്റ്. നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കേസ്, അതിന്റെ ഡ്യൂ ഡേറ്റ്. പിന്നെ പറയുന്നത് ഇറ്റ് ഇസ് 139(1)(a). അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. 139(1)(a) ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫയലിംഗ് ഓഫ് റിട്ടേൺ ബൈ എംപ്ലോയേഴ്സ്. നമ്മുടെ എംപ്ലോയേഴ്സ് നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന കേസാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്ന 139
1B പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? അതായത് ഇലക്ട്രോണിക് ഫോം ഓഫ് റിട്ടേൺ അത് ആരൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? പേഴ്സൺസ് ഹു ഷാൽ ഫയൽ ബൈ ഇലക്ട്രോണിക് റിട്ടേൺസ്. ഈ 1A and 1B അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ 1ൻ്റെ കൂടെ പറഞ്ഞു പോകുന്ന കാര്യം മാത്രം. നെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 139(3) ലോസ് റിട്ടേൺ. അതായത് ഇൻകം അല്ല, നഷ്ടം വന്നാലും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടവർ ആരൊക്കെയാണ്? ഓക്കെ. ഇനി 139(4) ടോക്സ് അബൌട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ബിലേറ്റഡ് റിട്ടേൺ. അതായത് റിട്ടേൺ കറക്റ്റ് ടൈമിൽ, ഇപ്പോൾ ഡ്യൂ ഡേറ്റ് 139(1) പറഞ്ഞല്ലോ, ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്തില്ല, ലേറ്റ് ആയി പോയി. ആ ലേറ്റ് ആയി പോയിട്ട് ഫയൽ ചെയ്യുന്ന ആൾക്കാർ, ലേറ്റ് ഇപ്പോൾ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ ലേറ്റ് ആയിട്ട് ബർത്ത്ഡേ വിഷ് പറയുന്ന ആൾ, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ഇൻകം ടാക്സിന് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണ് 139(4). 139(5) പറയുന്നത് റിവൈസ്ഡ് റിട്ടേൺ. അത് തിരുത്തൽ വരുത്തേണ്ട റിട്ടേൺ, ചെറിയ തിരുത്തൽ വരുത്തേണ്ടിയിരുന്നു, ആ റിട്ടേൺ ആണ് റിവൈസ്ഡ് റിട്ടേൺ. ഓക്കെ. 139(9) ഡിഫക്റ്റീവ് റിട്ടേൺ. അത് പ്രശ്നം വന്ന റിട്ടേൺ. അതായത് നമ്മൾ ഇൻകം ടാക്സിന് റിട്ടേൺ സബ്മിറ്റ് ചെയ്തു, പക്ഷെ അതിന് കുറച്ച് കംപ്ലൈൻസ് ഉണ്ടായി. ഓക്കെ. ഇനി അതിനിടയിൽ കുറച്ച് കാര്യങ്ങളെ വിട്ടുപോയി, സോറി. 139(5) കഴിഞ്ഞ് 6 വരണമായിരുന്നു. 6 വരണമായിരുന്നു. അപ്പോൾ വരേണ്ട 139(6) എന്ന് പറയുന്ന സാധനം, സോറി എന്തോ വിളിച്ചോന്നല്ലോ, 139(6) വരണമായിരുന്നു. 6ൽ എന്താ പറയുന്നത്? സർട്ടൻ പെർട്ടിക്കുലേഴ്സ് ടു ബി മെൻഷൻഡ്. അത്ര ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഒന്നല്ല കേട്ടോ, പെർട്ടിക്കുലേഴ്സ് ടു ബി മെൻഷൻഡ്. പിന്നെ നമുക്ക് 139(6A) ഉണ്ട്. അതിലെന്താ ഇതേപോലെ തന്നെ പല പെർട്ടിക്കുലേഴ്സ് ഈ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ പറയണം എന്നുള്ളത്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു PGBPSSCക്ക് എന്തൊക്കെ പറയണമായിരുന്നു. ആൻഡ് ഫൈനലി വെരി വെരി ഇമ്പോർട്ടൻറ്റ് 139(8A) സൂപ്പർ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റഡ് റിട്ടേൺ. ഇപ്പോൾ 5ൻ്റെ 9ൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതിൽ ഈ 6A ഒന്നും കാര്യമാക്കണ്ട കേട്ടോ. 6 കാര്യമാക്കണ്ട, 6A കാര്യമാക്കണ്ട, ഈ 1A കാര്യമാക്കണ്ട, 1B കാര്യമാക്കണ്ട. ബേസിക് സാധനങ്ങളാണ്, അതിന് കാര്യമൊക്കെ വേണ്ട. അപ്പം ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സ്റ്റഡി. ഓക്കെ. ഇനി നമുക്ക് 139(1) കിടക്കാം. And we'll go to our note wherein we learn so who should file return of income and അതിന്റെ ഡ്യൂ ഡേറ്റ് എന്തൊക്കെയാണ്. So the following persons should file return of income. ഈ അടി പറയുന്നവരോ ഫയൽ ചെയ്യേണ്ടത്. ഒരു കമ്പനിയും ഫേമും നിർബന്ധമായി ഫയൽ ചെയ്യണം, ലോസ് ആണെങ്കിൽ പോലും ഫയൽ ചെയ്യണം. ഓക്കെ. ഇനി കുറച്ച് സ്പെഷ്യൽ ആൾക്കാരുടെ കാര്യം വരിക. ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി, സയന്റിഫിക് റിസർച്ച് ഓർഗനൈസേഷൻ, ന്യൂസ് ഏജൻസി, സെക്ഷൻ 10 ബെനിഫിറ്റ് കിട്ടുന്ന കുറെ ആൾക്കാർ. അതായത് ഈ ആൾക്കാരൊക്കെ കുറച്ച് സ്പെഷ്യൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ ഇൻകം ടാക്സിൽ നിന്ന് കിട്ടുന്ന ആൾക്കാരാണ്. ഇവരോട് ഇൻകം ടാക്സ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഫയൽ റിട്ടേൺ അക്കോർഡിംഗ് ടു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് സ്പെഷ്യൽ സെക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് സ്പെഷ്യൽ സെക്ഷൻസ്. 139(4A), 4B, 4C. നമുക്കത് പഠിക്കാനുണ്ട്, പക്ഷെ അത്ര ഡീറ്റെയിൽ പഠിക്കാനില്ല. അതായത് 4A, 4B, 4Cയുടെ ബാക്കി ഇവിടെ കേട്ടോ, 4D, 4E, 4F ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ആ രണ്ട് സ്ഥലത്തും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4D, 4E, 4F വരുന്നവർക്ക് കമ്പൽസറി റിട്ടേൺ നേരത്തെ പറഞ്ഞ നിർബന്ധമായിട്ടൊരു ഫയൽ ചെയ്യണം. പക്ഷേ 4A, 4B, 4C പറയുന്നത് അറിയോ, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഇസ് ഓൺലി ഇഫ് യു ഹാവ് ടാക്സബിൾ ഇൻകം ബിഫോർ കൺസിഡറിങ് യുവർ ബെനിഫിറ്റ്. അത് ഇവിടെ പറയുന്ന നമുക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് സെക്ഷൻ 10. ആ സെക്ഷൻ 10 ബെനിഫിറ്റ് കണക്കാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ. അതാണ് ഇവിടെ ഡിസ്കസ് ലേറ്റർ ചാപ്റ്ററിൽ ഇട്ടേക്കണേ. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏതാണ്ട് അവസാനം ഇത് കാണും. ഇനി നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി, ഈ സ്പെഷ്യൽ ആൾക്കാർ തന്നെ, യൂണിവേഴ്സിറ്റി, കോളേജ്, വേറെ സ്ഥാപനങ്ങൾ, അത് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, ബിസിനസ് ട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ഇവരോട് പറഞ്ഞിരിക്കുന്ന കമ്പൽസറി റിട്ടേൺ ഫയൽ ചെയ്യാൻ. നഷ്ടമാണെങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലോസ് ആണെങ്കിൽ റിട്ടേൺ വേണ്ട ഈ ഏരിയയിൽ. ഇവിടെ പക്ഷേ ലോസ് ആണെങ്കിൽ റിട്ടേൺ വേണം, ഇവിടെയാണെങ്കിൽ ലോസ് ആണെങ്കിൽ റിട്ടേൺ. നഷ്ടമാണെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് എഴുതി അറിയണം എനിക്ക് നഷ്ടമാവുന്നത് എന്നുള്ളത്. ആൻഡ് ഫൈനലി എനി അതർ പേഴ്സൺ, സേ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡിവിജ്വൽ, ഒരു HUF. ഇപ്പൊ ഞാൻ എന്നുള്ള പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ്, എന്റെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നിന്ന് എന്റെ പാർട്ണർഷിപ്പിൽ നിന്ന് ഇൻകം എടുക്കുന്ന അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ഇഫ് മൈ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താ, 5 ഹെഡ്സിന്റെ കൂടെ ക്ലബിങ്, ക്യാരി ഫോർവേഡ്, സെറ്റ് ഓഫ് എല്ലാം ചെയ്ത് ഡിഡക്ഷൻസും എല്ലാം എടുത്ത് തന്നെ ടോട്ടൽ ഇൻകം വരിക. പക്ഷെ ആ ടോട്ടൽ ഇൻകത്തിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തണം. ഇത് രണ്ട് റിവേഴ്സ് ചെയ്യണം. ക്യാപിറ്റൽ ഗെയിനിന്റെയും 80C to 80Uന്റെയും ഇമ്പാക്ട് റിവേഴ്സ് ചെയ്യണം. സോ ടേക്ക് മൈ ടോട്ടൽ ഇൻകം, പക്ഷെ അതിൽ ഇത് മൈനസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഒന്ന് റിവേഴ്സ് ചെയ്യുക. അത് റിവേഴ്സ് ചെയ്യുമ്പോൾ if my total income exceeds maximum amount exempt from tax, അതായത് ഞാൻ 115 BSc എടുത്ത് പോകുന്ന ആളാണെങ്കിൽ 0 to 3 lakhs വരെ എനിക്ക് ടാക്സബിൾ ഇൻകം ഇല്ലല്ലോ. അല്ല, 0 to 3 lakhs ടാക്സബിൾ ഇൻകം അല്ല, 0 to 3 lakh വരെ ഞാൻ ഇൻകത്തിന് ടാക്സ് പേ ചെയ്യണ്ടല്ലോ, ശരിയല്ലേ? അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരാളാണെങ്കിൽ 0 to 3 lakhs വരെ ഇൻകത്തിന് ടാക്സ് പേ ചെയ്യേണ്ടെന്ന് പറയുകയും
ഞാൻ എൻ്റെ ടോട്ടൽ ഇൻകം എടുത്തു ബിഫോർ കൺസിഡറിങ് ദീസ് തിങ്സ്. ഈ രണ്ട് സാധനങ്ങൾ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ടോട്ടൽ ഇൻകം എടുത്തു, അത് 3 lakhs മുകളിലാണെങ്കിൽ ഞാൻ ടാക്സ് പേ ചെയ്യണം. സി ഐ ഗിവ് യു എ ക്വിക്ക് എക്സാമ്പിൾ. നമുക്ക് പെട്ടെന്ന് നോട്ടിലേക്ക് പോവാം. സി എൻ്റെ ഇൻകം, സോ സേ മൈ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. ഗ്രോസ് ടോട്ടൽ ഇൻകം ഐ എം ടേക്കിംഗ് 115 BSc അല്ല, 115 BSc അല്ല, ഓൾഡ് റെജീമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഓൾഡ് റെജീമാണ് എടുക്കുന്നത്. എൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം സാലറിയും PGBPയും കൂടെ കൂടിയിട്ട് സേസ് 6 lakh rupees. എൻ്റെ 80C to 80U ഡിഡക്ഷൻസ് സേ ഇസ് 4 lakh rupees. അപ്പം എൻ്റെ ടോട്ടൽ ഇൻകം എത്രയായി? എൻ്റെ ടോട്ടൽ ഇൻകം ഇസ് 2 ലക്ഷമാണ് എൻ്റെ ടോട്ടൽ ഇൻകം അല്ലേ? അപ്പോൾ ഓൾഡ് റെജീം വെച്ച് 0 to 2.5 lakhs എനിക്ക് ടാക്സ് വരില്ലല്ലോ അല്ലേ? അപ്പോൾ ടോട്ടൽ ഇൻകം ടാക്സ് വരില്ല എനിക്ക്. ടാക്സ് വരില്ല കാരണം എന്തുകൊണ്ടാ? ദിസ് ഇസ് 0 to 2 lakh എന്ന് പറയുന്ന 2.5 lakh എന്നുള്ള ലിമിറ്റ് പെട്ടതാണ്. പക്ഷേ ഇൻകം ടാക്സ് പറയുന്നത് ഇങ്ങനെ ടാക്സ് വന്നില്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ല. യു വിൽ ഹാവ് ടു ചെക്ക് യുവർ ഇൻകം ബിഫോർ കൺസിഡറിങ് ദിസ് ഡിഡക്ഷൻ. ഡിഡക്ഷൻ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് എത്ര ഇൻകം ഉണ്ട്? 6 ലക്ഷം ഉണ്ട് അല്ലേ? അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. ടേക്ക് യുവർ ടോട്ടൽ ഇൻകം, കംപ്ലീറ്റ് ടോട്ടൽ ഇൻകം എടുക്കുക. അതിൽ നിന്നും റിവേഴ്സ് ദി ബെനിഫിറ്റ് ഓഫ് 80C to 80U ആൻഡ് 54G to GB. ഈ സാധനം ഡിഡക്ട് ചെയ്യണ സാധനങ്ങൾ ആഡ് ബാക്ക് ചെയ്യുക. അത് ആഡ് ബാക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകം നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ മുകളിലാണോ? അതായത് ഇപ്പോൾ ഓൾഡ് റെജീം ആണെങ്കിൽ 2.5 ലക്ഷത്തിന് മുകളിലുണ്ടോ? ഇനി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 ലക്ഷത്തിന് മുകളിലുണ്ടോ? സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 5 ലക്ഷത്തിന് മുകളിലുണ്ടോ? ഇനിയല്ല ന്യൂ റെജീം എടുത്താൽ നോക്കി 115 BSc എടുത്താൽ നോക്കി. 115 BSc എടുത്തെങ്കിൽ ടോട്ടൽ ഇൻകം എടുക്കുക, റിവേഴ്സ് ചെയ്യുക. പക്ഷെ 80C to 80U റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ടോട്ടൽ ഇൻകത്തിന്? ഇല്ല. കാരണം എന്താ? 80C to 80U ആകെ 4 ഐറ്റംസേ 115 BSc നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. ശരിയല്ലേ? 115 BSc ഏതൊക്കെയാണ്? 80CCD2, 80CCH2, 80JJA ആൻഡ് 80LA. ഇപ്പൊ റിവേഴ്സ് 80C to 80U 4 80C to 80U 4 ആകെ 4 ഇവിടെ ഉള്ളൂ. ഈ 115 BSc കിട്ടുള്ളൂ. ആൻഡ് റിവേഴ്സ് 54G to 54GB. ഇത് റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇഫ് അവർ റിവേഴ്സ്ഡ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കാൻ, റിവേഴ്സ്ഡ് ടോട്ടൽ ഇൻകം ഇസ് ഗ്രേറ്റർ ദാൻ 3 lakhs, ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇവിടെയാണെങ്കിൽ ഇഫ് അവർ റിവേഴ്സ്ഡ് ടോട്ടൽ ഇൻകം ഇസ് ഗ്രേറ്റർ ദാൻ 2.5 lakhs അല്ലെങ്കിൽ 3 lakhs അല്ലെങ്കിൽ 5 lakhs ഡിപ്പെൻഡിങ് അപ്പോൺ ദി SSC ആൻഡ് ദെയർ ഏജ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. ഇനി കുറച്ച് സ്പെഷ്യൽ കേസസ് ആണ്. സ്പെഷ്യൽ കേസസ് വേറെ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കുറച്ച് ആൾക്കാർ. സോ എനി പേഴ്സൺ ബീങ് ആൻ ROR, അത് ആർക്ക് ROR ആവാൻ പറ്റണം? ഇൻഡിവിജ്വൽ HUF മാത്രം. സോ ഇൻഡിവിജ്വൽ HUF if they hold as a beneficial owner ആയിട്ട് ഏതെങ്കിലും ഒരു അസറ്റ്, അത് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ പുറത്തുള്ള ഒരു എൻറ്റിറ്റിയിൽ, ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഹാസ് സൈനിങ് അതോറിറ്റി ഇൻ എനി അക്കൗണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ. അത് ഇന്ത്യയുടെ പുറത്ത് ബെനിഫിഷ്യൽ ഓണർ ആയിട്ട് ഒരു അസറ്റ്, അതിന്റെ പുറത്ത് സൈനിങ് അതോറിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ പുറത്ത് ബെനിഫിഷ്യൽ ഓണർഷിപ്പോ ഉണ്ടെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. ഇന്ത്യയുടെ പുറത്ത് ഞാനൊരു ബെനിഫിഷ്യൽ ഓണർ ആണെങ്കിൽ. ഇനി വേണ്ട, ഞാൻ ഇന്ത്യയുടെ പുറത്ത് വെറുതെ ഒരു ബെനിഫിഷ്യറി ആണെങ്കിൽ ഓഫ് എൻ അസറ്റ് ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അതെ ഞാൻ ബെനിഫിഷ്യറി ആണ് ഇന്ത്യയുടെ പുറത്തുള്ള അസറ്റിന്റെ. അപ്പൊ നിങ്ങൾക്ക് വരേണ്ട ഒരു ഡൗട്ട്, എന്താ സാറേ ഈ ബെനിഫിഷ്യൽ ഓണറും ഈ ബെനിഫിഷ്യറിയും തമ്മിലുള്ള വ്യത്യാസം? ബെനിഫിഷ്യൽ ഓണർ ആവാൻ ഞാൻ കൺസിഡറേഷൻ ചെയ്തിട്ടുണ്ട്. ഈ അസറ്റ് കിട്ടാനായിട്ട് ഞാനൊരു പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. ബെനിഫിഷ്യറി ആവാൻ അങ്ങനൊന്നും കൊടുത്തിട്ടില്ല, എനിക്ക് ഫ്രീ ആയി കിട്ടിയത്, എനിക്ക് ബെനിഫിറ്റ് മാത്രം കിട്ടും, ഞാൻ എന്നൊന്നും ചെയ്തിട്ടൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ ബെനിഫിഷ്യൽ ഓണർ ഞാൻ കാശ് കൊടുത്ത് അവിടെ റെസ്റ്റ് മേടിച്ചു, ബെനിഫിഷ്യറി ഞാൻ കാശൊന്നും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല, പക്ഷെ എനിക്ക് അടുത്ത അസറ്റ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളാണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി സേ ഞാൻ ഒരു അസറ്റിന്റെ ബെനിഫിഷ്യറി, അപ്പൊ ഞാൻ രണ്ടുപേരെ വിളിക്കാം. ദിസ് ഗൈ ഇസ് ദി ബെനിഫിഷ്യറി ആൻഡ് ദിസ് ഗൈ ഇസ് ദി ബെനിഫിഷ്യൽ ഓണർ. ഒരേ അസറ്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അസറ്റിന് രണ്ടുപേരുള്ളപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, റീഡ് ദിസ്. But a beneficiary shall not be liable for filing of return of income if such income is included in the income of beneficial owner. ബെനിഫിഷ്യൽ ഓണർ അതിനുവേണ്ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബെനിഫിഷ്യറി പിന്നെ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അത്ര ഉള്ളൂ സംഗതി. ക്ലിയർ? സിമ്പിൾ അല്ലേ? റൈറ്റ്. ഇനി റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറയുന്നത് ആർ സർട്ടൺ പേഴ്സൺസ്, ശ്രദ്ധിച്ചേക്കുക, ആർ സർട്ടൺ പേഴ്സൺസ് അതർ ദാൻ എ കമ്പനി ഓർ ഫേം. കമ്പനിയോ ഫേമോ അല്ലാത്ത സർട്ടൺ പേഴ്സൺസ് പൊതുവേ റിട്ടേൺ ഫയൽ ചെയ്യണ്ട, പക്ഷെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും ഇഫ് ദേ ഹാവ് ദ ഫോളോവിങ് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ്. ഭയങ്കര ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഉണ്ടെങ്കിൽ.
ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കുറെ ട്രാൻസാക്ഷൻസിൽ ഏർപ്പെട്ടു, അങ്ങനെയാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം. സേ ആം എൻ ഇൻഡിവിജ്വൽ, എന്റെ ടോട്ടൽ ഇൻകം നേരത്തെ പറഞ്ഞ പോലെ കാര്യം 1 ലക്ഷം ഉള്ളൂ ആകെ, ഡിഡക്ഷൻ എല്ലാം നോക്കുന്നതിന് മുമ്പ് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണ്ടല്ലോ. പക്ഷേ ഈ അടി പറയുന്ന കാര്യങ്ങൾ എനിക്കുണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണം. കഴിഞ്ഞ കൊല്ലം ഞാൻ പല കറന്റ് അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ ഒരു കറന്റ് അക്കൗണ്ടിലോ ആയിട്ട് 1 കോടി രൂപയോ അതിന് മുകളിൽ, 1 കോടി രൂപയ്ക്ക് മുകളിൽ ഞാൻ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. 1 കോടി രൂപയ്ക്ക് മുകളിൽ, 1 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തോട്ടില്ല, 1 കോടി രൂപയ്ക്ക് എക്സീഡ് ചെയ്താൽ പ്രശ്നമായി, ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണം. കറന്റ് അക്കൗണ്ടിൽ, സേവിങ്സ് അക്കൗണ്ട് അല്ല കേട്ടോ. ഇനി കഴിഞ്ഞ കൊല്ലം ഫോറിൻ ട്രാവല്, ഇന്ത്യയുടെ പുറത്തേക്ക് യാത്ര ചെയ്യാൻ 2 ലക്ഷം രൂപയുടെ മുകളിൽ എക്സ്പെൻസ് ഞാൻ ഇൻകർ ചെയ്തു. അത് ഒരു ട്രാവൽ ആവണമെന്നില്ല, പല ട്രാവൽ ആവാം, അത് സ്വയം എനിക്ക് വേണ്ടി ആവണമെന്നില്ല, വേറെ ആർക്ക് വേണമെങ്കിലും ആവാം. 2 ലക്ഷം രൂപയുടെ മുകളിൽ കാശ് ചെലവഴിച്ച് ഫോറിൻ ട്രാവൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി കഴിഞ്ഞ കൊല്ലം ഇലക്ട്രിസിറ്റി ബില്ല് മൊത്തം കഴിഞ്ഞ കൊല്ലത്തെ എല്ലാ മാസങ്ങളും എല്ലാം കൂടെ എടുത്തിട്ട് 1 ലക്ഷം രൂപയുടെ മുകളിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി വേറെ കുറച്ച് കണ്ടീഷൻസും കൂടെ ഉണ്ട്. ടോട്ടൽ സെയിൽസ്, ടേൺ ഓവർ, ഗ്രോസ് റെസീറ്റ്സ് ഇൻ ബിസിനസ് 60 ലക്ഷത്തിന് മുകളിൽ പോയാൽ, 60 ലക്ഷത്തിന് മുകളിൽ ഞാനൊരു ബിസിനസ് തുടങ്ങി, 60 ലക്ഷത്തിന് മുകളിൽ എനിക്ക് ടേൺ ഓവർ ഉണ്ട്, ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണം. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനൊരു ഫേമാണ്, ഞാൻ പറയുന്നത് ഫേമാണ്, എന്റെ ഫേമിൽ നിന്നും 10 ലക്ഷം രൂപയുടെ മുകളിൽ ഗ്രോസ് റെസീറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ ഫേമിന് റെസീറ്റ്സ് 10 ലക്ഷം ഉണ്ടാവും, ബാക്കിയെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടത്തിലായി എന്റെ ഫേം റൺ ചെയ്യണം, എക്സ്പെൻസ് എല്ലാം ഡിഡക്ട് ചെയ്യുമ്പോൾ. പക്ഷെ പറ്റില്ല, 10 ലക്ഷം രൂപയുടെ മുകളിൽ ഞാൻ സെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ, റെസീറ്റ്സ് അടിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അല്ലെങ്കിൽ അഗ്രിഗേറ്റ് TDS ഓർ TCS ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർസ് ₹25,000 ഓർ മോർ, അതായത് കഴിഞ്ഞ കൊല്ലം എനിക്ക് വന്ന TDS, അത് അഗ്രിഗേറ്റ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓർ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ഓഫ് ₹25,000 ഓർ മോർ, രണ്ടും കൂടെ കൂടിയിട്ട് ഒരു 25,000 രൂപയോ അതിന് മുകളിലോ എനിക്ക് TDS ഓ TCS ഓ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണം. എന്റെ കുറെ ഫ്രണ്ട്സ്, വളരെയധികം ക്ലോസ് ആയിട്ടുള്ള എന്റെ ഫ്രണ്ട്സ്, സ്കൂളിൽ നിന്ന് എന്നോട് പഠിച്ചവര് ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും നോൺ കോമേഴ്സ് ഫീൽഡിലേക്ക് പോയവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്നറിയോ, 5-6 കൊല്ലമൊക്കെ അവർ ജോലി ചെയ്തു, അവരുടെ ടാക്സ് ഡിഡക്റ്റ് ഒക്കെ അവർ TDS പിടിക്കുന്ന എല്ലാ കൊല്ലം സാലറി, ആരും റിട്ടേൺ ഫയൽ ചെയ്തില്ല. കാരണം അവരെന്താ വിചാരിച്ചേ, നമ്മൾ TDS പിടിക്കുന്നല്ലോ, TDS പിടിക്കുന്ന നമ്മളെന്തിനാ പിന്നെ ഇൻകം ടാക്സ് എടുത്ത് വേറെ ടാക്സ് അടയ്ക്കാൻ പോണെന്നാ, അവർക്ക് റിട്ടേൺ എന്നുള്ളത് എന്താണെന്ന് തന്നെ അറിയില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ടാക്സ് മുഴുവൻ TDS ആയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് ഗവൺമെന്റിനെ അറിയിക്കണോ? അത് മനസ്സിലായോ? സാർ എനിക്ക് ഇത്ര ഇൻകം കഴിഞ്ഞവരുണ്ട്, പക്ഷെ എല്ലാം TDS പിടിച്ചിരുന്നു. ചിലപ്പോൾ അത് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓവറായിട്ടായിരിക്കും നമ്മുടെ പിടിച്ചാൽ തിരിച്ചറിയാനുണ്ടാവും കൊണ്ട് കാശ്, മനസ്സിലായോ? ഇനി നമ്മളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 25,000 രൂപയല്ല 50,000 രൂപയുടെ മുകളിൽ TDS ഉണ്ടെങ്കിൽ മാത്രം, 50,000 രൂപയുടെ മുകളിൽ TDS ഓ TCS ഉണ്ടെങ്കിൽ മാത്രം ഞാൻ റിട്ടേൺ നിർബന്ധമായി ഫയൽ ചെയ്താൽ മതി. ആൻഡ് ഫൈനലി ലാസ്റ്റ് പോയിന്റ്, ഹാസ് ഡെപ്പോസിറ്റഡ് ഇൻ 1 or more സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആൻ അഗ്രിഗേറ്റ് അമൗണ്ടിങ് ടു ₹50 lakhs or more, 50 ലക്ഷമോ അതിന് മുകളിലോ ഒരു സേവിങ്സ് ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ. അപ്പൊ നേരത്തെ നമ്മളിവിടെ കറന്റ് അക്കൗണ്ട് കണ്ടു അല്ലെ, കറന്റ് അക്കൗണ്ടിൽ 1 കോടി എന്നാ പറഞ്ഞേ, സേവിങ്സ് അക്കൗണ്ടിലോ 50 ലക്ഷം, 50 ലക്ഷത്തിന് മുകളിൽ കൊണ്ടുപോയിട്ടാൽ നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പൊ ഇതാണ് ആരൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റഡി അണ്ടർ സെക്ഷൻ 139(1). ഇനി നമ്മൾ ഇതൊക്കെ ഫയൽ ചെയ്യണതിന്റെ ഡേറ്റ് ആണ് കാണുന്നത്. വാട്ട് ആർ ദി ഡ്യൂ ഡേറ്റ്സ്? ഇതാണ് ഡ്യൂ ഡേറ്റ്സ് പറയുന്നത്. താഴത്ത് നമുക്ക് മുകളിലേക്ക് പോവാം. പൊതുവെ 31 ജൂലൈ ആണ്, 31 ജൂലൈ ഓഫ് അസസ്മെന്റ് ഇയർ. അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ ഇസ് 1/4/23 to 31/3/24 അല്ലെ, 23/24. അസസ്മെന്റ് ഇയർ ഇവിടെ നിന്ന് 31/3/24. പൊതുവെ ആൾക്കാർ ഡ്യൂ ഡേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 31 ജൂലൈ ആണ്. അതായത് പൊതുവെ വരുന്നത് 31/7/24. ഇതാണ് പൊതുവെ വരുന്ന ഡ്യൂ ഡേറ്റ് അസസ്മെന്റ് ഇയറിൽ 31 ജൂലൈ. ഇനി നിങ്ങളൊരു കമ്പനി ആണെങ്കിൽ അത് 31 ഒക്ടോബർ ആക്കി കൊടുക്കും, 31 ഒക്ടോബർ 24. ഓക്കെ, അതെന്താ പറഞ്ഞാൽ വെച്ചാൽ കമ്പനി ആകുമ്പോൾ വേറെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫയൽ ചെയ്യാനുണ്ടാവും, ROC ഫയലിംഗോ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ഓഡിറ്റോ അങ്ങനെ പലതും ഉണ്ടാവും. അങ്ങനെയാണ് 31/3/24. നിങ്ങൾ കമ്പനി അല്ല, ഒരു ഫേമാണ്. ഫേമിന് പക്ഷേ നിങ്ങൾക്ക് ഓഡിറ്റ് വന്നു. അപ്പോൾ ഓഡിറ്റ് വരുമ്പോൾ ഒരു പണിയും കൂടെ വരികയല്ലേ, അത് ഈ വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേറൊരു പണിയും കൂടെ വരികയല്ലേ. ചിലപ്പോൾ ഓഡിറ്റ് തീരാൻ ഇവിടം വരെ ആയിട്ടുണ്ടാവും, ഇത്രയും ടൈം എടുക്കും ഓഡിറ്റ് തീരാൻ, എന്നിട്ട് ഇത്രയും കൂടെ ടൈം എക്സ്ട്രാ കൊടുക്കണം എന്ന് അവർ ചോദിക്കുന്നത് തെറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറയാം, സാറേ എന്റെ ഫേം, there are two firms, A and Associates and B and Associates. എക്ക് ഓഡിറ്റ് ഇല്ല, A 31/7/2024 പോയി റിട്ടേൺ ഫയൽ ചെയ്തു. ബിക്ക് ഓഡിറ്റ് ഉണ്ട്,
ബി പറയാം സാർ എൻ്റെ ഓഡിറ്റ് തീരെ തന്നെ കുറേ സമയം എടുത്തു, അപ്പോൾ ഈ ഡേറ്റ് തന്നെ 31/7/2024 റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, എനിക്കൊന്ന് കുറച്ച് ഡേറ്റ് കൂട്ടി തന്നെ. അപ്പോൾ ഇൻകം ടാക്സ് ശരി കൂട്ടിത്തരാം, നിങ്ങൾ 31/10 October 10 മതി, October 31 മതി, October 31 റിട്ടേൺ ഫയൽ ചെയ്താൽ മതി, 31/10/24 ഫയൽ ചെയ്താൽ മതി. അപ്പോൾ ഓഡിറ്റ് വരുന്ന ഒരു അസസി ആണെങ്കിൽ ഇത് ഇവിടം വരെ ടൈം കിട്ടും. നിങ്ങൾ ഈ ഓഡിറ്റ് വരുന്ന ഫേമിലെ ഒരു പാർട്ട്ണറാണ്, നിങ്ങൾ ഓഡിറ്റ് വരുന്ന ഒരു ഫേമിലെ പാർട്ട്ണറാണ്. സാധാരണഗതിയിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടപ്പോഴാണ് അത് ഇവിടെയാണ് അല്ലേ. പക്ഷേ നിങ്ങൾ ബി അസോസിയേറ്റ്സിന്റെ പാർട്ട്ണർ ആണെങ്കിൽ ഈ ഫേമിന്റെ ഓഡിറ്റ് കഴിഞ്ഞ്, ഈ ഫേം നിങ്ങൾക്ക് ഓഡിറ്റ് കഴിയാൻ ടൈം എടുക്കുമല്ലോ, ഈ ഫേമിന്റെ ഓഡിറ്റ് കഴിഞ്ഞ് ഈ ഫേം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻകം അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി എല്ലാം ശരിയാണെന്ന് കറക്റ്റായി വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റൂ. ഈ ഫേമിന്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞ് ഫേം റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് 31/10 ആവുമല്ലോ അല്ലേ. അപ്പം നിങ്ങളുടെ അടുത്തും പറഞ്ഞേക്കാത് നിങ്ങൾ ഈ ടൈമിൽ ഫയൽ ചെയ്യണ്ട, 31/7 ഫയൽ ചെയ്യണ്ട, നിങ്ങൾ ഫേം ഫയൽ ചെയ്യുമ്പോൾ ഫേമിന്റെ ഫയൽ ചെയ്താൽ മതി. കാരണം നിങ്ങളുടെ ഫേമിന്റെ ഇൻകം എല്ലാം തീരുമാനിച്ചിട്ടില്ല, നിങ്ങളുടെ ഇൻകം തീരുമാനിക്കാൻ പറ്റൂ. അപ്പോൾ അതെല്ലാം തീരുമാനിച്ച് ഫേമിന്റെ ഇൻകം തീരുമാനിച്ച് ഫേമിന്റെ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഫയൽ ചെയ്താൽ 31 October തന്നെ. മനസ്സിലായോ? യെസ്. അപ്പം ഇത്രേ പറയുന്നുള്ളൂ. പൊതുവേ 31 July, കമ്പനി ആണെങ്കിൽ 31 October, ഫേം ആണ് ഓഡിറ്റ് ചെയ്യപ്പെടണം 31 October. നിങ്ങൾ ആ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ഫേമിന്റെ പാർട്ട്ണറാണ്, അങ്ങനെയാണ് നിങ്ങളുടെ 31 October. ഇനി നിങ്ങൾ ട്രാൻസ്ഫർ പ്രൈസിംഗ് പ്രകാരം സെക്ഷൻ 92E പ്രകാരം, അതായത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന പല കാര്യങ്ങളാണ്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ്, ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഫേമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫേമിലെ ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ആ പാർട്ട്ണറുടെ സ്പൗസോ ആണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് കൂട്ടി തന്നിരിക്കുകയാണ് 30th November ഫയൽ ചെയ്താൽ മതി. അതായത് ക്വിക്ലി ഗോ ബാക്ക് ടു അവർ നോട്ട്. ഇവിടെ വന്നിട്ട് 30th November ഫയൽ ചെയ്താൽ മതി. അതാർക്കാ? 92E പ്രകാരം ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു എൻറ്റിറ്റി. ഇനി ഈ എൻറ്റിറ്റി ഒരു ഫേം ആണെങ്കിൽ ആ ഫേമിന്റെ പാർട്ട്നേഴ്സ്, ഇനി ഈ പാർട്ട്നേഴ്സിന്റെ സ്പൗസ്, ഇവരോടൊക്കെ പറയുന്ന എന്താ, നിങ്ങൾ 92E പറയുന്ന പ്രകാരം ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസോ സ്പെസിഫൈഡ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസോ, നമുക്ക് ഇന്റർണൽ പഠിക്കാനില്ല, ഫൈനൽ പഠിക്കാനുണ്ട്. ഈ കാരണം നമ്മുടെ ഫൈനൽ പേപ്പറിന്റെ പേര് ഡയറക്ട് ടാക്സ് ആൻഡ് ഇന്റർനാഷണൽ ടാക്സ് ലോസ് എന്നാണ്. അപ്പൊ ഈ പറയുന്ന ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഏർപ്പെട്ടിരിക്കുന്ന എൻറ്റിറ്റി അല്ലെങ്കിൽ ആ എൻറ്റിറ്റിയിലെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ആ പാർട്ട്നേഴ്സിന്റെ സ്പൗസുമാരാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കണക്കിന് 30th November റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഡേറ്റ് പിന്നെയും കൂട്ടിത്തരാം, അതാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ പോയാലും റിട്ടേൺ ഫയലിംഗ് 30th November തീരും അല്ലെ. വർഷം കഴിയുന്നതിന് ഒരു 4 മാസം മുമ്പ് കഴിയും. കാരണം അല്ലേ, നവംബർ കഴിഞ്ഞാൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഉണ്ട്, 4 മാസം ഉണ്ട്. അത് 4 മാസം മുമ്പേ നമ്മുടെ റിട്ടേൺ ഫയലിംഗ് ഡ്യൂ ഡേറ്റ് കഴിയും. ഇനി ചില സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ ഡേറ്റ് ഒന്ന് നീട്ടി കൊടുക്കും. ഈ കൊറോണയൊക്കെ വന്നപ്പോൾ നീട്ടി കൊടുത്തതിന് പല കാര്യങ്ങളും പ്രശ്നമൊക്കെ വന്നപ്പോൾ നീട്ടി കൊടുത്തു. ഓക്കെ, അപ്പൊ ഒന്ന് ഓർക്കുക. ഞാൻ ഈ 92E പറയുന്ന പ്രകാരത്തിൽ എൻറ്റിറ്റിയുടെ ഒരു പാർട്ണറാണ് ഞാൻ. അപ്പൊ എന്റെ സ്പൗസിനും 30th November ആണെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക അല്ലെ. പക്ഷെ അല്ല, ഈ സ്പൗസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്പൗസ് അല്ല. ഒരു പ്രത്യേക തരം റൂൾ ഉണ്ട്, അത് സെക്ഷൻ 5A ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് പറയുന്നത്. പോർച്ചുഗീസ് സിവിൽ കോഡ് എന്തോ പറയുന്നൊരു കോഡുണ്ട്. അത് ഗോവയിലും യൂണിയൻ ടെറിട്ടറീസ് ദാദർ ആൻഡ് നാഗർ ഹവേലി, ഡാമൻ ആൻഡ് ഡിയു ഇല്ലേ, ഗോവ, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദമൻ ആൻഡ് ഡിയു, ഈ സ്ഥലങ്ങളിൽ വരുന്ന ഒരു നിയമം മാത്രം, അവിടെ മാത്രമേ ഈ സ്പൗസുകൾക്ക് വരുള്ളൂ. അവിടെ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഒരാളുടെ ഇൻകം എടുക്കുമ്പോൾ സാലറി ഒഴികെയുള്ള എല്ലാ ഇൻകവും അയാൾക്കും അയാളുടെ സ്പൗസിനുമായി ഈക്വലി വീതിച്ചു കൊടുക്കണമെന്ന്. അതായത് ഇഫ് ഹസ്ബൻഡ് ഈ ഗോവയിലോ ദാദ്ര നാഗർ ഹവേലിയിലോ ദമനന്ദിയിലോ ഉള്ള ഒരു ഫേമിന്റെ പാർട്ണറാണ് ഹസ്ബൻഡ് എങ്കിൽ, ആൻഡ് ഹസ്ബൻഡിന് സേ ഒരു 10 കോടി ഇൻകം ഉണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ബിസിനസ്സിൽ നിന്ന് ഈ 10 കോടി 2 വീതിച്ച് 5 കോടി ഹസ്ബൻഡിന്റെയിലും 5 കോടി വൈഫിന്റെയിലും കൊടുക്കണം. അങ്ങനത്തെ സ്പൗസ് മാത്രമേ ഇവിടെ വരുള്ളൂ. ഓക്കെ, സാധാരണക്കാരെ ആൾക്കാരെ വരില്ല. സെക്ഷൻ 5A അതിലാണ് ഇത് വരുന്നത്. ക്ലിയർ? സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് കിടക്കാം. ഓക്കെ, അതായത് ഫീ ഫോർ ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് ഓഫ് റിട്ടേൺ. സത്യം പറഞ്ഞാൽ ഇത് 139 വരുന്നില്ല, 234F വരുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല എന്താ സംഗതി എന്നുള്ളത്. നമ്മൾ റിട്ടേൺ കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ, ഈ പറയുന്ന ഡേറ്റ് പ്രകാരം ഫയൽ ചെയ്യെങ്കിൽ നമ്മളൊരു ഫീസ് അടയ്ക്കണം. 5 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ 5 ലക്ഷം വരെയോ അതിന് താഴെയാണ് നമ്മുടെ ഇൻകം എങ്കിൽ 1000 രൂപയാണ് ഫീസ്. 5 ലക്ഷം രൂപയുടെ മുകളിലേക്ക് നമ്മുടെ ഇൻകം പോയാൽ 2 തരത്തിലാണ് ഫീസ് വരുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മൾ അതേ വർഷം, അതായത് സേ 23-24 ആണല്ലോ നമ്മുടെ റിട്ടേൺ പ്രീവിയസ് ഇയർ, 23-24. ഓക്കെ, ദിസ് ഇസ് 131-324, ദിസ് 1423. ഇവിടെ നിന്ന് ഒരു ഡേറ്റ് വരെ ഞങ്ങൾ സമയം തരാം, 31-12-2024.
അതായത് അസസ്മെന്റ് ഇയറിൽ December 31 വരെ ടൈം തരാം. ഇതിനുള്ളിൽ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇതിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ സേ യുവർ ടോട്ടൽ ഇൻകം ഇസ് 12 lakhs, 5 ലക്ഷത്തിന് മുകളിലായല്ലോ, 5 ലക്ഷത്തിന് മുകളിലായല്ലോ. ആൻഡ് യു ആർ ഫയലിംഗ് റിട്ടേൺ വിത്തിൻ ഈ 31/12/2024. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫൈൻ വുഡ് ബി 5,000. ഇനി നിങ്ങളുടെ ടോട്ടൽ ഇൻകം 12 lakhs ആണ്, നിങ്ങൾ റിട്ടേൺ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്യുന്നില്ല, വിട്ടുപോയി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫൈൻ വിൽ ബി 10,000. ഇനി നിങ്ങളുടെ ടോട്ടൽ ഇൻകം 4 lakhs ആണ്. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകം 4 lakhs ആണ്, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല, ഫയൽ ചെയ്യാതെ ഇങ്ങനെ വിട്ടുപോയി, യുവർ ഫൈൻ വിൽ ബി 1,000 rupees. ഓക്കെ, അപ്പൊ അതിന് 31/12 പ്രസക്തി ഇല്ല. ഏത് 5 ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ. ഓക്കെ, ഇനി വരുന്നതാണ് ഫോംസ് ഓഫ് റിട്ടേൺ. ഏതൊക്കെയാണ് നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫോംസ്? അപ്പൊ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പലതരം ഫോമുകളുണ്ട്. ദ ഫോംസ് ആർ ITR 1, 2, 3, 4, 5, 6 and 7. ലാസ്റ്റ് വൺ ITR V അവിടെ ഇരിക്കട്ടെ, നിൽക്കാം, അതിപ്പോ തുടണ്ട. ഓക്കെ, അപ്പൊ ഈ ITR 1 ആർക്കൊക്കെ ഉപയോഗിക്കാം, ITR 2 ആർക്കൊക്കെ, 3 ആർക്ക്, 4 ആർക്ക്, 5 ആർക്ക്, 6 ആർക്ക്, 7 ആർക്ക് നമ്മൾ കാണാൻ പോകുന്നത്. സോ ITR 1 ഇസ് ഫോർ ഓർഡിനറി റെസിഡന്റ് ഇൻഡിവിജ്വൽസ്. അവരുടെ ഇൻകം ഒന്നില്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ ഒരു വീട്, പക്ഷേ ഈ വീടിന്റെ ബ്രോഡ് ഫോർവേഡ് ലോസ് പാടില്ല, അടുത്ത കൊല്ലത്തേക്ക് കൊണ്ടുപോകാൻ ലോസ് പാടില്ല. അതർ സോഴ്സസിലെ ഇൻകം ആവാം, പക്ഷെ അതർ സോഴ്സ് എന്ന് പറയുമ്പോൾ ലോട്ടറിയോ റീസോഴ്സോ പാടില്ല. സെക്ഷൻ 57 ഒരു ഡിഡക്ഷനും പാടില്ല എക്സെപ്റ്റ് ഫോർ ഫാമിലി പെൻഷന്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആവാം. പിന്നെ ഒരു ലോസ് സെറ്റ് ഓഫും പാടില്ല. അതായത് സെക്ഷൻ 57 പ്രകാരം ഈ അതർ സോഴ്സസിലെ ലോസുകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്, ആ ലോസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആൻഡ് യുവർ ടോട്ടൽ ഇൻകം ഇസ് അപ് ടു ₹50 lakhs. 50 ലക്ഷം കവിയുന്നില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ വിത്ത് സാലറി, ഒരു വീട്, അതർ സോഴ്സസിലെ ഇൻകം അതർ ദാൻ ലോട്ടറി റൈസോഴ്സ് പാടില്ല, ആൻഡ് അതർ സോഴ്സസിൽ ഒന്നിന്റെ ലോസ് പാടില്ല, അതർ സോഴ്സിലെ ഡിഡക്ഷൻ ഒന്നും പറ്റില്ല. ആൻഡ് ഓൺലി ഡിഡക്ഷൻസ് ഫോർ ഫാമിലി പെൻഷൻ മാത്രം. അതായത് ഫാമിലി പെൻഷൻ അല്ലാതെ വേറൊരു ഡിഡക്ഷനോ അതർ സോഴ്സിൽ ക്ലെയിം ചെയ്യുന്നില്ല. യെസ്, മനസ്സിലായില്ല കാര്യം എന്താ പറയുന്നത്? ആൻഡ് യുവർ ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 50 lakhs. അങ്ങനെയെങ്കിൽ ITR 1 എടുക്കാം. യെസ്, ഇനി ചിലവർക്ക് ഇതെല്ലാം പറയുന്നതാണെങ്കിൽ പോലും ITR 1 എടുക്കാൻ പറ്റില്ല. അതാരൊക്കെയാ? PGBPO ക്യാപിറ്റൽ ഗെയിൻ ഇൻകമോ ഉണ്ട്. നമ്പർ 2, IFOസിൽ ലോസ് എടുക്കണം. നമ്പർ 3, എനി അസറ്റ് സൈനിങ് അതോറിറ്റി ഫോർ എൻ അക്കൗണ്ട് ഓർ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ പുറത്ത് അസറ്റോ സൈനിങ് അതോറിറ്റി ഉണ്ടെങ്കിൽ, ഒരു കമ്പനിയുടെ ഡയറക്ടർ ആണെങ്കിൽ, അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് കഴിഞ്ഞ കൊല്ലം എപ്പോഴെങ്കിലും കൈവശം ഉണ്ടായിരുന്നെങ്കിൽ, അത് ഓണർഷിപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ, അഗ്രികൾച്ചറൽ ഇൻകം 5,000 രൂപയുടെ മുകളിൽ ഒരു കൊല്ലം ഉണ്ടെങ്കിൽ, 5,000 രൂപയുടെ മുകളിൽ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടെങ്കിൽ, ഇന്റർനാഷണൽ ടാക്സേഷന്റെ എന്തെങ്കിലും റിലീഫ് എടുക്കുന്നുണ്ടെങ്കിൽ, 115BBE ഇൻകം ഉണ്ടെങ്കിൽ, അതായത് ഒരു ബ്ലാക്ക് മണി റിലേറ്റഡ് ഇൻകം, ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി വരുന്ന ആൾക്കാർക്ക് വരുന്ന സെക്ഷനാണ് 115BBE. ആ സെക്ഷൻ വരുന്ന ഒരാളാണെങ്കിൽ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ഹൈ പ്രൊവിസോ ട്രാൻസാക്ഷൻ, 7th പ്രൊവിസോ 139(1). ചിലപ്പോഴല്ല നിങ്ങൾ ഇപ്പോൾ തൊട്ട് മുമ്പ് വേറെ ലൈനായിരിക്കും ഇവിടെ കണ്ട, ബൈ ജസ്റ്റ് എഡിറ്റഡ് ആൻഡ് വേറിനോടെ കയറ്റിയതാണ്, പോസ്റ്റ് എഴുതിയതാണ്. അതിന് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഇല്ലേ, നമ്മൾ നേരത്തെ കണ്ടില്ല, 1 കോടിയുടെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, 1 ലക്ഷത്തിന് മുകളിൽ ഇലക്ട്രിസിറ്റി ബിൽ ഇവർക്ക് ITR 1 എടുക്കാൻ പറ്റില്ല. സോ ഈവൻ ഇഫ് ഐ എം ഇൻഡിവിജ്വൽ സാലറീഡ് ആണ്, പക്ഷെ എനിക്ക് ഈ 139(1) 7th പ്രൊവൈസോ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാരണവശാലും ITR 1 എടുക്കാൻ പറ്റില്ല. പിന്നെ പറയുന്നത് സെക്ഷൻ 194N വരുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ITR 1 എടുക്കാൻ പറ്റില്ല. ഇനിയുണ്ട് കുറച്ചും കൂടെ ട്രാൻസാക്ഷൻസ് ഇവിടെ ഉണ്ട്. ഐ ജസ്റ്റ് ആഡ് ഇറ്റ് ഓൺ, ഒന്ന് പോസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള ആഡ് ചെയ്യാം ആൻഡ് വിൽ ഡിസ്കസ്. ലൈക്ക് ദി ഓൺലി വൺ ഐ മിസ്ഡ് ഔട്ട് ഇസ് ഈ ഒറ്റ പോയിന്റ്, ആൻഡ് ദാറ്റ് ഇസ് ഹാസ് ആൻ ഇൻകം ദ TDS ഓഫ് വിച്ച് ഇസ് അപ്ലൈഡ് ഓൺ അതർ പേഴ്സൺ. അത് SSCക്ക് SCയുടെ കയ്യിലൊരു ഇൻകം ഉണ്ട്, SSC ആണ് ടാക്സബിൾ ആവേണ്ടതിന്, ക്ലബ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ അതിന്റെ TDS വേറൊരാളുടെ കയ്യിലാണ് പിടിക്കപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസുകളൊന്നും ഒരിക്കലും ITR 1 എടുക്കാൻ പറ്റില്ല. അപ്പോൾ PGBP ഇല്ല, ക്യാപിറ്റൽ ഗെയിൻ ഇല്ല, ഇൻഡിവിജ്വൽസ് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഷാൽ നോട്ട് യൂസ് ITR 1. PGBP ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, IFOസിലെ ലോസ് ഉണ്ട്. IFOസിലെ ലോസിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാലോ. ഹൗസ് പ്രോപ്പർട്ടി ലോസ് ക്യാരി ഫോർവേഡിനോ ബ്രോഡ് ഫോർവേഡ് ആയിട്ടുണ്ട്. ഹു ഹാസ് എനി അസറ്റ് സൈനിങ് അതോറിറ്റി ഫോർ എൻ അക്കൗണ്ട് ഓർ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ, വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരെണ്ണം ഇടാലോ. ഹാസ് എ സോഴ്സ് ഓഫ് ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്ത് സോഴ്സ് ഓഫ് ഇൻകം, അവർക്കൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ITR 1 ഇത്രയും പേർക്കുള്ളതാണ്. ഇനി ITR 2 ആർക്കുള്ളതാ? ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് HUF ഫോർ ഹു ഹാസ് നോ PGBP ഇല്ലാത്ത ഏതൊരു ഇൻഡിവിജ്വൽ HUFന് എടുക്കാം. അപ്പൊ ITR 2 can be taken by any individual who has no PGBP income. Individual or HUF who has no PGBP income. Okay. അപ്പോൾ for an individual or HUF where their total income does not include any profits or gains from a business or profession, you can take ITR 2.
ഇപ്പം ഇവിടെ വന്നൊരാൾ ആൾക്ക് PGBP വന്നു, അപ്പോൾ ഇതെടുക്കാൻ പറ്റില്ലല്ലോ. ഈ ക്യാൻ ടേക്ക് ITR PGB ഇല്ല, ക്യാപിറ്റൽ ഗെയിൻസ് വന്നു, ഇതെടുക്കാൻ പറ്റില്ലല്ലോ. ഈ ക്യാൻ ടേക്ക് ITR 2. ഇനി ഇവിടെ വന്ന ആൾ PGBP ഇൻകം വന്ന് എന്ത് ചെയ്യണം? യു ക്യാൻ ടേക്ക് ദിസ്. പക്ഷെ ഇവിടെ ഓർക്കുക ROR മാത്രമേ ഉള്ളൂ, ROR മാത്രം. ഓക്കെ, അപ്പോൾ ഇഫ് നോൺ റെസിഡന്റ് ഇൻഡിവിജ്വൽ വന്നു, സാലറി ആണ് ഇൻകം എങ്കിൽ യു ടേക്ക് ദിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ITR 4. അതിന്റെ പേരാണ് സുഖം. അത് ഈ സഹജ് പോലെ തന്നെ സുഖം എന്നറിയപ്പെടുന്ന വേറൊരു റൈറ്റ് ആണിത്. ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം 44AD, 44ADA, 44AE പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ വരുന്ന 44AD, ADA ആൻഡ് AE ഇൻകം ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ITR 4. പക്ഷേ അവിടെ ഹാഷ്ടാഗ് ഇട്ടിരുന്ന എൻ്റെ ഒരു നോട്ട് ഉണ്ട്, എന്താ പറയാ, ഇൻഡിവിജ്വൽസ് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഷാൽ നോട്ട് യൂസ് ITR 4 എന്നുള്ളതാണ് പറയുന്നത്. ഈ പറയുന്ന ആൾക്കാർക്ക് ITR 4 എടുക്കാൻ പറ്റില്ല. സോ വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയും കഥയായിട്ട് പറയുന്നതിന് വരെ എന്താ എളുപ്പ പരിപാടി എന്ന് അറിയാമോ? ITR 4 നേരത്തെ പറഞ്ഞ സെയിം ആൾക്കാർ, അതായത് ഇൻഡിവിജ്വൽസ് ഓഫ് ഫോളോയിങ് കാറ്റഗറി ഷാൽ നോട്ട് യൂസ് ITR 4 ആസ് പെർ നോട്ട്, ഈ നോട്ട്. അപ്പോൾ ആരാ സെയിം ആസ് persons who has incomes as listed above. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ നോട്ട് ഒന്ന് വേണമെങ്കിൽ പറയാം, ഈ നോട്ട് ഒന്നിലുള്ള ഇൻകംസ് ഏൺ ചെയ്യുന്ന പേഴ്സൺസിന് ITR 4 എടുക്കാനും പറ്റില്ല. ഓക്കെ, സോ ഇത് നോട്ട് 2 എന്നാണ്. നോട്ട് ടു സെയിം ആസ് persons who has സെയിം ആസ് ഇൻകംസ്, സെയിം ആസ് പേഴ്സൺ എന്നുള്ളവരുണ്ട്. കാരണം പേഴ്സൺ എന്ന് പറഞ്ഞാൽ ITR 1 ഇൻഡിവിജ്വൽ കാര്യം മാത്രമല്ലേ പറയുന്നത്. സെയിം ആസ് ഇൻകംസ് ഏൺഡ് ഇൻ നോട്ട് 1. നോട്ട് 1 പറയുന്ന ഇൻകം ഉള്ളവർക്ക് ITR 4 എടുക്കാൻ പറ്റില്ല. പ്ലസ് അതിനോട് ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാസ് എനി ബ്രോട്ട് ഫോർവേഡ്, ഏതെങ്കിലും ഒരു ബ്രോട്ട് ഫോർവേഡ് ലോസ് ഓർ എനി ലോസ് ടു ബി ക്യാരി ഫോർവേഡ്. ഏതെങ്കിലും ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഏത് ഹെഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ലോസ് ബ്രോട്ട് ഫോർവേഡ് ഉണ്ടെങ്കിലും ITR 4 എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് സുഖത്തിന്റെ കാര്യം പറയുന്നത്. പിന്നെ വരുന്നതാണ് ITR 5. ITR 5 ഇസ് ഫോർ പീപ്പിൾ, അത് ഫോർ ഫേംസ്, AOPs, BOIs and any other person. അത് ഇൻഡിവിജ്വലും HUF അല്ലാത്ത ആൾക്കാർക്ക്. സോ പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ HUF ഫോർ കമ്പനി. ഓക്കെ, ഇൻഡിവിജ്വൽ ആവരുത്, HUF ആവരുത്, കമ്പനി ആവരുത്, പിന്നെ സ്പെഷ്യൽ ആളാവരുത്. ആ സ്പെഷ്യൽ ആളാരാ? ഇതാണ്. അത് നമുക്ക് ഏതാ നോക്കാം. അപ്പൊ ഇൻഡിവിജ്വൽ അല്ല, HUF അല്ല, കമ്പനി അല്ല, ആൻഡ് ഈ സ്പെഷ്യൽ ആളല്ല. സ്പെഷ്യൽ ആളാരാ? 139 4ABCDF ഫയൽ ചെയ്യുന്ന ആൾക്കാർ, 139 4ABCD ആൻഡ് 4F പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ. അവരാരൊക്കെയാന്നുള്ളത് നമ്മൾ അടി കാണും. അത്ര ഇമ്പോർട്ടന്റ് അല്ല നമ്മുടെ സ്റ്റഡിക്ക്, ബട്ട് അറിഞ്ഞിരിക്കണത് ഇസ് ഗുഡ്. 139 4ABCD ഈ പറയുന്ന ആൾക്കാരും ആ വരുന്നതാണ് പറയുന്നത്. അതായത് ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി, സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, അവർക്ക് വരുന്ന ഫോമാണ്. ഇതൊന്നും അല്ലാത്തവർക്ക് വരുന്ന ഫോമാണ് ITR 5. അപ്പോൾ ഒരു AOP അല്ലെങ്കിൽ ഒരു BOI, ഓക്കെ, ഒരു AOP, ഒരു BOI ഓർ ഒരു ഫേം ക്യാൻ ടേക്ക് ITR 5. പക്ഷെ അവർ ഇൻഡിവിജ്വൽ ആവരുത്, HUF ആവരുത്, കമ്പനി ആവരുത്, ഈ പറഞ്ഞ ഈയുള്ള ആൾക്കാരും ആവരുത്. ഓക്കെ, ഇനി വരുന്നതാണ് ITR 6. ITR 6 ഇസ് ഫോർ കമ്പനീസ് അതർ ദാൻ ക്ലെയിമിംഗ് സെക്ഷൻ അണ്ടർ സെക്ഷൻ 11. സെക്ഷൻ 11 എക്സംഷൻ ക്ലെയിം ചെയ്യാത്ത കമ്പനീസ്. സെക്ഷൻ 11 ആരാ പറഞ്ഞത്? നമ്മുടെ പ്രോപ്പർട്ടി, അതായത് ട്രസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് സ്ഥാപനത്തിന്റെയോ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയോ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം കിട്ടുന്ന പാർട്ടി. ഇഫ് ഇറ്റ്സ് എ കമ്പനി ആൻഡ് ദേ ആർ നോട്ട് ക്ലെയിമിംഗ് സെക്ഷൻ 11, അവർക്ക് ഇത് എടുക്കാം. ആൻഡ് ITR 7 ആർക്കാ? ഫോർ ഓൾ ദോസ് സ്പെഷ്യൽ പീപ്പിൾ ഹു വിൽ ബി ലേണിംഗ് നെക്സ്റ്റ്. ഓക്കെ, ഇനി എന്താണ് ITR V? ITR V എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വേരിഫിക്കേഷൻ ഫോം. വേരിഫിക്കേഷൻ ഫോം നമ്മൾ ഇവിടെ റിട്ടേൺ ഫയൽ ചെയ്തു. ആ ഫയൽ ചെയ്ത റിട്ടേൺ ഒരു വേരിഫിക്കേഷൻ ആണ്. അപ്പൊ ITR 1 ITR 2 ITR 3 4 5 എടുക്കുന്ന ആൾക്കാർക്ക്, ഈ 1 2 3 4 5 എടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ ITR വേരിഫൈ ചെയ്യണമെങ്കിൽ, ഇനി ITR 5 മാത്രമല്ല, 5 അല്ല, ITR U എടുക്കുന്ന ആൾക്കാർക്ക് ഒരു പുതിയൊരു സാധനം വന്നാണ് ഇൻസേർട്ട് ചെയ്ത് കേട്ടോ. പുതിയൊരു സാധനം ഇവിടെ വന്നിട്ടുണ്ടായി, ഇൻസേർട്ട് ITR U എന്ന് പറഞ്ഞിട്ട്. ITR U, അതായത് ITR U എന്താ? അപ്ഡേറ്റഡ് റിട്ടേണിന്റെ ഫോർ പേഴ്സൺസ് ഫയലിംഗ് അപ്ഡേറ്റഡ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139(8)(a). 139(8)(a) പ്രകാരമുള്ള അപ്ഡേറ്റഡ് റിട്ടേണും കൂടെ ഫയൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ITR U വരുന്നത്. അപ്പൊ ITR ഇത് നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ 1 2 3 4 5 and ITR U ഫയൽ ചെയ്യുന്നു. ആ ഫയൽ ചെയ്ത് ശരിയാണോ കറക്റ്റാണോ വെരിഫൈ ചെയ്യേണ്ട. ആ വെരിഫൈ ഉള്ള റിട്ടേൺ ആണ് ITR V.
സോ വേർ ദ ഡേറ്റ ഓഫ് റിട്ടേൺ ഇസ് ഫൈൽഡ് ഇൻ 1 2 3 4 5 6 വന്നില്ലല്ലോ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 6 എന്ന് പറയുന്നതിന്റെ കാര്യം പറഞ്ഞുതരാം. 1 2 3 4 5 ഓർ ITRU ആൻഡ് ഇവിടെയാണ് കീ വരുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഡൺ വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ. അതായത് നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴേ പുതിയ ഡിജിറ്റൽ സിഗ്നേച്ചർ വെക്കേണ്ട നമ്മൾ ആ റിട്ടേണിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ വെക്കേണ്ട ഒരു കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇല്ലാതെയാണ് ഇപ്പം ഞാൻ എൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യാൻ നോക്കി. ഞാനിപ്പോൾ ITR 4 വെച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക. എനിക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഒന്നുമില്ല, ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തു. എനിക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇല്ലല്ലോ. ഡിജിറ്റൽ സിഗ്നേച്ചർ ഇല്ലെങ്കിൽ ഞാൻ ITR V കൂടെ ഫയൽ ചെയ്യണം. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇല്ലാത്ത ഫയലിംഗ് കേസസ്, അതുകൊണ്ടാണ് ITR 6 വരാഞ്ഞത്. കാരണം ITR 6 കമ്പനീസ് ആണ്. കമ്പനീസ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇട്ട് കമ്പനീസ് മെജോറിറ്റി ചെയ്യണത്. കമ്പനി ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ടല്ലേ റിട്ടേൺ ഫയൽ ചെയ്യണത്. യു ഗെറ്റ് വാട്ട് ഐ ആം സെയിങ്? യെസ്. അപ്പോൾ കമ്പനീസിന് ഡിജിറ്റൽ സിഗ്നേച്ചർ വേണമെന്നുള്ള കാരണമാണ് പിന്നെ അവർക്ക് ITR V വേണ്ടാത്തത്. പക്ഷേ ഇമാജിൻ ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, എനിക്ക് ഓഡിറ്റ് വരുന്നുണ്ട്. ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, മൈ ടേൺ ഓവർ ഇസ് എക്സീഡിംഗ് 50 lakhs, അല്ലെങ്കിൽ മൈ ടേൺ ഓവർ ഇസ് എക്സീഡിംഗ് 5 crore, 5 കോടിയുടെ മുകളിൽ എനിക്ക് ടേൺ ഓവർ ഉണ്ട്. ഐ എം നോട്ട് ടേക്കിംഗ് പെർസെന്റേജ് ടാക്സേഷൻ. ഞാൻ പെർസെന്റേജ് ടാക്സേഷൻ എടുക്കണില്ല. PGBP ഇൻകം വെച്ച് ITR 3 വെച്ച് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. എന്താ പേന വരാത്തത്? ITR 3 വെച്ച് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ITR 3 ആണ്. ഞാൻ നല്ല വരുമാനമുള്ള ആളാണ്. എനിക്ക് ഓഡിറ്റും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ട് താനും. ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് ഫയൽ ചെയ്യാം. ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് എനിക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ എനിക്ക് ITR V യുടെ ആവശ്യമില്ല, വെരിഫിക്കേഷൻ ഫോമിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഓർക്കുക, ITR V is for people who do not have digital signature. ക്ലിയർ? ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ടാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ പിന്നെ ITR V യുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കാണാം ഇത് എങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിട്ടേൺ എന്ന് പറയുന്ന സാധനം ഇലക്ട്രോണിക്കലി വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഫയൽ ചെയ്യാം, പേപ്പറിലൂടെ ഫയൽ ചെയ്യാം, ഇലക്ട്രോണിക്കലി വിത്ത് ITR V ഫയൽ ചെയ്യാം, ആൻഡ് ഇലക്ട്രോണിക്കലി വിത്ത് വെരിഫിക്കേഷൻ കോഡും ഫയൽ ചെയ്യാം. ഇങ്ങനെ പല പല മോഡുകളിൽ നമുക്ക് സാധനം ഫയൽ ചെയ്യാം. ഓക്കെ, സോ ദ മോഡ്സ് ആർ പേപ്പർ, ഇലക്ട്രോണിക് വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇലക്ട്രോണിക് വിത്ത് ITR 5 or V, ആൻഡ് ഇലക്ട്രോണിക് വിത്ത് വെരിഫിക്കേഷൻ കോഡ്. അപ്പോൾ ആരൊക്കെയാണ് നിർബന്ധമായിട്ടും ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് ഫയൽ ചെയ്യേണ്ടത്? കമ്പനി, പൊളിറ്റിക്കൽ പാർട്ടി, ഫേം, LLP ഓർ ഇൻഡിവിജ്വൽ ഓർ HUF ഓഡിറ്റ് വേണമെങ്കിൽ അവരൊക്കെ ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് ഫയൽ ചെയ്യണം. അപ്പോൾ അവർക്ക് ITR V യുടെ ആവശ്യമില്ല. ഇനി certain persons who have asset or signing authority or income outside India, ഇന്ത്യയുടെ പുറത്തുണ്ടെങ്കിൽ, അതായത് ROR, ഇൻഡിവിജ്വൽ HUF, അങ്ങനെയാണ് ഇലക്ട്രോണിക്കലി തന്നെ ചെയ്യണം, ഡിജിറ്റൽ സിഗ്നേച്ചർ നിർബന്ധമില്ല. ഇനി എനി പേഴ്സൺ ഹൂസ് ക്ലെയിമിംഗ് എനി റിലീഫ് അണ്ടർ സെക്ഷൻ 90, 90, 91, എനി പേഴ്സൺ ഹൂസ് ക്ലെയിമിംഗ് എനി റിലീഫ് അണ്ടർ സെക്ഷൻ 90, 90, 91, അവർ നിർബന്ധമായിട്ട് ഇലക്ട്രോണിക്കലി തന്നെ ചെയ്യണം, ഡിജിറ്റൽ സിഗ്നേച്ചർ നിർബന്ധമില്ല. ഇനി ഒരു ഇൻഡിവിജ്വൽ ആണ്, സൂപ്പർ സീനിയർ സിറ്റിസൺ ആണ്, 80 വയസ്സിന് മുകളിൽ, 5 ലക്ഷത്തിന് താഴെയാണ് ഇൻകം, ഒരു റീഫണ്ട് ക്ലെയിം ഇല്ല, ആൻഡ് ITR 1 അല്ലെങ്കിൽ 4 ഫയൽ ചെയ്യുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, 80 വയസ്സിന് മുകളിൽ പ്രായം, ഇൻകം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 lakhs, ആൻഡ് ദർ ഇസ് നോ ക്ലെയിം ഫോർ റീഫണ്ട്, ആൻഡ് ITR 1 അല്ലെങ്കിൽ 4 ഉപയോഗിക്കുന്നു. അവർക്ക് എനി മോഡ് എടുക്കാം. ഇനി വേറെ ഏതെങ്കിലും ഒരു കേസ്, എന്റെ കേസ്, ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, എനിക്ക് പുറത്ത് സൈനിങ് അതോറിറ്റി ഇല്ല, ഇതൊന്നും ഇല്ല, ടാക്സ് ഓഡിറ്റും ഇല്ല, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്, യെസ്, എനിക്കൊരു ഫേം ആണ്, ഇതൊന്നും ഇല്ല, പക്ഷെ സീനിയർ സിറ്റിസൺ അല്ല ഞാൻ. അപ്പൊ ഞാൻ എങ്ങനെ ഫയൽ ചെയ്യും? എനി മോഡ് അതർ ദാൻ പേപ്പർ ഒഴികെ ഏതെങ്കിലും മോഡ്. ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാം, ഡിജിറ്റൽ സിഗ്നേച്ചർ ഇല്ലാതെ ചെയ്യാം, അതായത് ITR V വെച്ചോ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് വെച്ചോ ചെയ്യാം. മനസ്സിലായോ? ഇതാണ് പല പല ഫോംസ് ഓഫ് റിട്ടേൺ ഫയലിംഗ്. റൈറ്റ്? യെസ്, അത്രേ ഉള്ളൂ സെക്ഷൻ 139(1). 139(1) കഥ നമ്മൾ വൃത്തിയായിട്ട് തീർത്തു. ഇനി നമ്മൾ പോകുന്നതാണ് സെക്ഷൻ 139(3). ഇവിടെ ഒരു 139(1) എന്നൊക്കെ പറഞ്ഞ സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 139(1) കുറിച്ച് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വെൻ യുവർ റിട്ടേൺ ഇസ് ഫൈൽഡ് ബൈ യുവർ എംപ്ലോയർ. ഇപ്പൊ സാലറിയുടെ ആളാണ് നിങ്ങൾ, സാലറിയുടെ ആളായ നിങ്ങളുടെ റിട്ടേൺ ഇസ് ഫൈൽഡ് ബൈ യുവർ എംപ്ലോയർ ആണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് 139(1) പറയുന്നത്. ആ 139(1) ഐ ഇൻസേർട്ട് ഇറ്റ് ഹിയർ. ഞാൻ ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് ഐ ക്യാൻ, ഇഫ് യു വാണ്ട് ദിസ് നോട്ട് ഫയൽ, ഐ ക്യാൻ ഷെയർ യു ദിസ് നോട്ട് ഫയൽ ആസ് വെൽ. ഓക്കെ, ഈ നോട്ട് ഫയൽ ഞാൻ അയച്ചുതരാം. അപ്പോൾ 139(1) എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് എ സാലറിഡ് എംപ്ലോയി, സാലറിഡ് എംപ്ലോയി ആണ് അസസി എങ്കിൽ, assessee is a salaried employee. The return of income for any previous year at the option of the assessee. ഇയാൾക്കൊരു ഓപ്ഷൻ കൊടുക്കും. The return of income for any previous year at the option of the assessee shall be furnished by the employer. Return furnished by employer. അത് അസസിക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അപ്പൊ അസസി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ എംപ്ലോയറിനോട് സകല കഥയും പറയും, എനിക്ക് ഇന്ന ഇൻകം ഉള്ള വേറെ സാലറി ഉണ്ട്, വേറെ ഇന്ന ഇൻകംസ് ഒക്കെ ഉണ്ട്, സാർ ഒന്ന് എന്റെ പേരിൽ റിട്ടേൺ ഒന്ന് ഫയൽ ചെയ്ത് തരാം. അപ്പൊ ഈ എംപ്ലോയർ എന്ത് ചെയ്യും? സച്ച് ഫോർ എംപ്ലോയർ ഷാൽ ഫർണിഷ് ഓൾ റിട്ടേൺസ് ഓഫ് ഇൻകം റിസീവ്ഡ് ബൈ ഹിം ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. അപ്പോൾ എംപ്ലോയർ അസസിക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും ഫയൽ ചെയ്ത് കൊടുക്കും. എംപ്ലോയർ വിൽ ഫയൽ എല്ലാം വിത്ത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, എല്ലാം ഫയൽ ചെയ്യും. അപ്പൊ ചെയ്യുമ്പോൾ ഒരു എംപ്ലോയുടെ മാത്രമായിട്ടായിരിക്കില്ല, പല എംപ്ലോയികളുടെ ഉണ്ടാവും, ലോട്ട് ഓഫ് എംപ്ലോയീസ്.
അപ്പോൾ ബൾക്കായിട്ടായിരിക്കും റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. സോ ഇത് മറ്റേ ഫ്ലോപ്പി ഡിസ്കിലും അങ്ങനെയൊക്കെയാണ് കൊടുത്തിരുന്നത്. ഫ്ലോപ്പി ഡിസ്ക്, CD, അല്ലെങ്കിൽ ഇപ്പോൾ പെൻഡ്രൈവ്, മറ്റേ കമ്പ്യൂട്ടർ റീഡബിൾ മീഡിയ, അങ്ങനെയൊക്കെ എല്ലാവരും റിട്ടേൺ അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് 139(1)(a) പറയുന്നത്. ഒരു SSCയുടെ കമ്പനിയോട് പറയുന്നത്, കമ്പനി പ്ലീസ് എൻ്റെ റിട്ടേൺ ഒന്ന് ഫയൽ ചെയ്താൽ, നിങ്ങളത് സാലറിയിലുണ്ട്, എനിക്ക് വേറെ ഇങ്ങനെ പല ഇൻകംസ് ഉണ്ട്, ഇതെല്ലാം കൂടെ നോക്കിയിട്ട് നിങ്ങളൊന്ന് എനിക്ക് ഫയൽ ചെയ്താൽ. അപ്പോൾ കമ്പനി നിങ്ങളുടെ അത്ര നമുക്ക് പലരോടും ചോദിക്കാം, നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തുതരാം. അതാണ് 139(1)(a). അതിൻ്റെ വേറെ പറയുന്നില്ല. ഇനി വരുന്നത് 139(3) ലോസ് റിട്ടേൺ. നഷ്ടം വന്നാൽ എപ്പോഴാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? 139(1)(ലെ ഇവിടെ നമ്മൾ കണ്ടല്ലോ ലോസ്, ഈവൻ ഇഫ് ലോസ് എന്ന് പറഞ്ഞല്ലോ, അതല്ല ഇത് നഷ്ടമാണെങ്കിൽ പോലും 139(1) ഫയൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇത് നഷ്ടമാണെങ്കിൽ 139(1) ഫയൽ ചെയ്യണമെന്നല്ല, നഷ്ടം അറിയിക്കേണ്ടത് ആരൊക്കെയാണ്? അതായത് ഞാനൊരു ഇൻഡിവിജ്വലാണ്, എനിക്ക് നഷ്ടമാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ കൊല്ലം ടോട്ടൽ ഇൻകം നെഗറ്റീവാണ്, ടോട്ടൽ ഇൻകം ഇല്ല, 0 എന്നായിരിക്കും, അല്ലെങ്കിൽ ലോസ് ആണെന്ന് എനിക്ക് ടോട്ടൽ ഇൻകം ലോസാണ്, ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണ്ടല്ലോ. കാരണം ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ എനിക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിൽ ഇൻകം വേണം. പക്ഷേ എൻ്റെ നഷ്ടം ബിസിനസ്സോ പ്രൊഫഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസിൽ നിന്നാണ്, അല്ലെങ്കിൽ ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിങ് ഓർ മെയിൻറ്റെയിനിങ് റിസോഴ്സസ് ആണ്. ഓക്കെ, PGBP-ന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിന്നോ അല്ലെങ്കിൽ ലോസ് ഫ്രം ദി ആക്ടിവിറ്റി ഓഫ് ഓണിങ് ഓർ മെയിൻറ്റെയിനിങ് റിസോഴ്സസ് എന്നോ ആണെങ്കിൽ, ഈ പറഞ്ഞ കേസിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ബിസിനസ് ആവും, സ്പെക്കുലേഷൻ ബിസിനസ് ആവും, സ്പെസിഫൈഡ് ബിസിനസ് ആവും, ബിസിനസ്സിൽ നിന്നോ നഷ്ടം ആണെങ്കിൽ ഞാൻ നിർബന്ധമായും ലോസ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, ഷാൽ മാൻഡേറ്ററി ഫയൽ ലോസ് റിട്ടേൺ. യെസ്, ആൻഡ് ആ ഫയൽ ചെയ്ത റിട്ടേൺ 139(1)(ലെ ഡേറ്റ് പ്രകാരം തന്നെ ഫയൽ ചെയ്യണം. ഇപ്പോൾ 139(1) പ്രകാരം തന്നെ ലോസ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. മനസ്സിലായോ? യെസ്. ഇനി അൺലെസ് ദാറ്റ് ലോസ് റിട്ടേൺ ഇസ് ഫൈൽ വിത്തിൻ ദ ഡ്യൂ ഡേറ്റ്, ഈ പറഞ്ഞ ലോസ് ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ ലോസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഞാൻ 139(1)(ലെ ഡ്യൂ ഡേറ്റ് പ്രകാരം ലോസ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി ഹൗസ് പ്രോപ്പർട്ടി ലോസോ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ കാരണമുള്ള ലോസ് ആണെങ്കിൽ ഇത് ഫയൽ ചെയ്യാണ്ടും എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. Any delay in filing return of loss can be condoned. Carry forward might not be allowed, but SC can seek a remedy with CBDT for carry forward. അതായത് ഇൻ കേസ് നിങ്ങൾ ഫയൽ ചെയ്ത് തെറ്റിപ്പോയി, ലോസ് റിട്ടേൺ കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്തില്ല, ഡിലേ വന്നു. സോ ഇൻ കേസ് ഓഫ് ബിലേറ്റഡ് ഫയലിംഗ് ഓഫ് ലോസ് റിട്ടേൺ, നിങ്ങൾക്ക് പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല അറിഞ്ഞേ, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല എന്നാ പറയാം. ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ അസസിംഗ് ഓഫീസർ എടുത്ത് പോയി, ഇൻകം ടാക്സ് ഓഫീസർ എടുത്ത് പോയി നമുക്കൊന്ന് കാര്യമൊക്കെ സംസാരിച്ച് നമ്മുടെ വിഷമമൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ സാധനം കണ്ടോൺ ചെയ്യിപ്പിക്കാം. ഡിലേ നമുക്ക് വേണമെങ്കിൽ ഡിലേയുടെ പ്രശ്നം തള്ളിക്കളയാം. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ SSC ഈ റെമഡി കിട്ടാനായിട്ട് CBDT എടുത്ത് സംസാരിച്ച് ഓഫീസർ പറഞ്ഞ ശരി പോട്ടെ സാരില്ല, നീ റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകിയെങ്കിലും കുഴപ്പമില്ല, ഞാൻ ക്യാരി ഫോർവേഡ് തരാം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? ഇനി വരുന്നതാണ് 139(4) ബിലേറ്റഡ് റിട്ടേൺ. Yes. If the SSC fails to file return under section 139(1), they can file a belated return. Late ആയിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യാം വിത്തിൻ എൻഡ് ഓഫ് ദ റിലവന്റ് അസസ്മെന്റ് ഇയർ അല്ല, എൻഡ് ഓഫ് 3 months prior to the end of the assessment year. അതായത് റെലവന്റ് അസസ്മെന്റ് ഇയർ കഴിഞ്ഞതിന് 3 മാസം മുമ്പ്. റെലവന്റ് അസസ്മെന്റ് ഇയർ എപ്പോഴാണ് കഴിയുക? റെലവന്റ് അസസ്മെന്റ് കഴിയാന്ന് പറയുന്നത് 31 മാർച്ചിനാണ്. അതിന് 3 മാസം മുമ്പ്. അല്ലെങ്കിൽ തിരിച്ചും പറയാം, പ്രീവിയസ് ഇയർ കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ. പ്രീവിയസ് ഇയർ കഴിഞ്ഞപ്പോൾ 31 മാർച്ചിന്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിനുള്ളിൽ നിങ്ങൾ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യണം. അല്ലെങ്കിൽ ബിഫോർ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ് അണ്ടർ സെക്ഷൻ 144, നിങ്ങളുടെ അസസ്മെന്റ് കഴിയുന്നതിന് മുമ്പ്. റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ ഇൻകം ടാക്സ് ആരെ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അവർ നമ്മൾ സബ്മിറ്റ് ചെയ്ത റിട്ടേൺ ഒന്ന് പഠിക്കും, നമ്മൾ SSC. അത് തീരുന്നതിന് മുമ്പ് നമുക്ക് ലേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാം. ചിലപ്പോൾ എന്താ പറ്റുമോ, ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തില്ല, ലേറ്റ് ആയപ്പോൾ ഇൻകം ടാക്സ് ആയിട്ട് നമുക്ക് നോട്ടീസ് അയച്ചു റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് ആയിട്ടും നിങ്ങൾ എനിക്ക് കാണണം, പരിശോധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാം സോറി ഞാൻ ലേറ്റ് ആയിപ്പോയി, റിട്ടേൺ ഫയൽ ആയിട്ട് ഇപ്പോൾ തന്നെ ഫയൽ ചെയ്തേക്കാം. അപ്പോൾ ഇൻകം ടാക്സ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്നെ വിളിച്ചു, നിന്നെ അപ്പം തന്നെ വിളിച്ചു, നീ റിട്ടേൺ ഫയൽ ആണെങ്കിൽ ഓക്കെ. പക്ഷെ ഞാൻ നിന്നെ വിളിച്ചു, നീ റെസ്പോണ്ട് ചെയ്ത് ഒന്നും ചെയ്തില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു, ഞാൻ എൻ്റെ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നീ എനിക്ക് നിന്റെ റിട്ടേൺ കൊണ്ട് വരണ്ട എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ദാറ്റ്സ് ഓൾ ഫോർ 139(4). ഇനി വരുന്ന 139(5) റിവൈസ്ഡ് റിട്ടേൺ. ഞാനൊരു തെറ്റ് കണ്ടു, എൻ്റെ റിട്ടേണിൽ ഒരു മിസ്റ്റേക്കോ എററോ അറിയാതെ പറ്റിയപ്പോൾ ഒരു തെറ്റ് കണ്ടു. അത് 139(1) 3 ആയിക്കോട്ടെ, ആ തെറ്റ് എനിക്ക് തിരുത്താം. ആ തിരുത്താനുള്ള റിട്ടേൺ ആണ് 139(5) റിവൈസ്ഡ് റിട്ടേൺ. എപ്പോഴത്തേക്ക് തിരുത്താം?
ഇറ്റ് ഷുഡ് ബി തിരുത്തൽ ഫൈഡ് സെയിം ഇവിടെ തന്നെ, ഇവിടെ ഞാൻ ഇട്ടാവേ 3 months prior to the end. 3 months prior to the end of the relevant assessment year അല്ലെങ്കിൽ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് റെഗുലർ അസസ്മെന്റ്, ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ് അണ്ടർ സെക്ഷൻ 144. അപ്പൊ ലേറ്റ് ആയി റിട്ടേൺ എനിക്ക് ഫയൽ ചെയ്യാം, ഒരു തർക്കമില്ല, ഈസി ആയിട്ട് ഫയൽ ചെയ്യാം. ഈ പറയുന്നത് ചെയ്താൽ മതി, വിത്തിനാണ് ഇത് ഏതാണോ ആദ്യം അതിനുള്ളിൽ ചെയ്താൽ മതി. അപ്പൊ ഞാനൊന്ന് റിട്ടേൺ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ തിരുത്തി റിട്ടേൺ ആയിരിക്കും ഒറിജിനൽ റിട്ടേൺ. ഇനി ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചിട്ടാണ് ഞാൻ റിട്ടേൺ തിരുത്തുന്നതെങ്കിൽ അത് പിന്നെ എനിക്ക് റിട്ടേൺ ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചിട്ടാണ് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അത് പിന്നെ എനിക്ക് തിരുത്താൻ പറ്റൂല. ഓക്കെ, സിമ്പിൾ അല്ലേ? പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല അവിടെ. റിട്ടേൺസ് ഒക്കെ നമുക്ക് എന്നെ തിരുത്താന്നുള്ളത് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർക്കുക, ബിലേറ്റഡ് റിട്ടേൺ ആയാലും റിവൈസ് റിട്ടേൺ ആയാലും എനിക്ക് ലേറ്റ് ആയത് ഫയൽ ചെയ്യാം, ഫയൽ ചെയ്ത് തിരുത്താം. എപ്പോ? വിത്ത് ദി ഏർലിയർ ഡേറ്റ് ഓഫ് 3 months ഫ്രം ദി എൻഡ് ഓഫ് റെലവന്റ് അസസ്മെന്റ് ഇയർ, അതായത് 31st December അല്ലെങ്കിൽ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ് വിച്ച് എവർ ഇസ് ഏർലിയർ. ഓക്കെ, അപ്പൊ എന്റെ അസസ്മെന്റ് 1st October തീർന്നാൽ അവിടെ തീർന്നു. അപ്പൊ ഏർലിയർ ഡേറ്റ് അതല്ല, അവിടെ തീർന്നു, അതിനുള്ളിൽ ഞാൻ ഫയൽ ചെയ്യണമായിരുന്നു. ക്ലിയർ? ഇനി വരുന്ന 139(8) അപ്ഡേറ്റഡ് റിട്ടേൺ. ഇതെന്താ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തു അല്ലെങ്കിൽ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തില്ല, എനിക്കൊരു തിരുത്തൽ വല്ലതും വരുത്തണം. 139(5) പ്രകാരം വളരെ ചെറിയൊരു ടൈം ഫ്രെയിം അല്ലേ നമുക്കുള്ളൂ. ഇത് കുറച്ചും കൂടെ കൂടുതൽ ടൈം ഫ്രെയിം തന്നു, 2 വർഷം തന്നു ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവന്റ് അസസ്മെന്റ് ഇയർ. അപ്പോൾ എൻഡ് അസസ്മെന്റ് ഇയർ തീരുന്നത് 31/3/2025 ആണെങ്കിൽ ഇവിടുന്ന് 2 വർഷം, 31/3/2026, 31/3/2027, ഈ 2 വർഷം ടൈം വരും. അതിനുള്ളിൽ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ആ റിട്ടേണിന്റെ പേരാണ് അപ്ഡേറ്റഡ് റിട്ടേൺ. അതിനാണ് ITRU നമ്മൾ ഉപയോഗിക്കുന്നത്, ITRU. ഓക്കെ, പക്ഷേ ഇത്രയും ടൈം നമുക്ക് എക്സ്ട്രാ ടൈം തന്നില്ല, എക്സ്ട്രാ ടൈം 2 വർഷം ടൈം തന്നു. അത് കാരണം നമ്മളൊരു എക്സ്ട്രാ ടാക്സും കൂടെ പേ ചെയ്യേണ്ടി വരും. അതിനാണ് അഡീഷണൽ ടാക്സ് എന്ന് പറയുന്നത്, അഡീഷണൽ ഇൻകം ടാക്സ്. ഓക്കെ, ഇനി ആർക്കൊക്കെ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല? ഈ ഞാൻ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് റിട്ടേൺ ഓഫ് ലോസ് ആയിട്ടാണെങ്കിൽ, റിട്ടേൺ ഓഫ് ലോസ് ആണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ITR1 ഫയൽ ചെയ്തു, കുറച്ചെനിക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യണം, ലോസ് കാണിക്കാൻ പറ്റില്ല. അപ്ഡേറ്റഡ് റിട്ടേൺ കാണിക്കണം എൻ്റെ മൊത്തം ടാക്സ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ എൻ്റെ റീഫണ്ട് കൂട്ടാൻ, അല്ലെങ്കിൽ ഇല്ലാത്ത റീഫണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ടാക്സ് കുറയ്ക്കാനോ റീഫണ്ട് കൂട്ടാനോ അത് ഡിപ്പാർട്ട്മെന്റിന് നഷ്ടം വരിക. ടാക്സ് കുറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിന് നഷ്ടമല്ലേ? അതെ. ഡിപ്പാർട്ട്മെന്റ് നമുക്ക് റീഫണ്ട് തരാന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിന് നഷ്ടമല്ലേ? അതെ. തരേണ്ട റീഫണ്ട് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിന് നഷ്ടമല്ലേ? അതെ. അവർക്ക് ആർക്കും അപ്ഡേറ്റഡ് റിട്ടേൺ എടുക്കാൻ പാടില്ല. നെക്സ്റ്റ്, എ പേഴ്സൺ ഷാൽ നോട്ട് ബി എലിജിബിൾ ടു ഫയൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഇഫ് ഈ വ്യക്തിയുടെ പേരിൽ സെക്ഷൻ 132 പ്രകാരം ഒരു സെർച്ച് ആരംഭിച്ചു. 132A പ്രകാരം ഇയാളുടെ ബുക്സോ അക്കൗണ്ട്സ് ഒക്കെ എടുത്ത് പരിശോധിക്കാനായിട്ട് ഓഫീസർ കൊണ്ടുപോയി. ഇയാൾക്കെതിരെ ഒരു സർവേ കണ്ടക്ട് ചെയ്തു, ഇയാൾക്കൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു, ഇയാളുടെ ഇരിക്കുന്ന സ്വർണ്ണോ കാശോ പലതിനും വേണ്ടിയിട്ട് ഇയാൾക്കൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അതായത് ഇയാളുടെ ഇരിക്കുന്ന ബുക്സ് ഡോക്യുമെന്റ്സ് സീസ് ചെയ്ത പലതും വേറൊരാളുടെ പേരിലും കൂടെ അല്ലെങ്കിൽ വേറൊരാൾക്കും കൂടി ഇംപ്ലിക്കേഷൻ വരുന്ന രീതിയിലാണെങ്കിൽ, ഇങ്ങനത്തെ കേസിലൊന്നും, അതായത് ഇങ്ങനത്തെ കേസ് സ്പെഷ്യൽ കേസാണ്, നിങ്ങളുടെ പേരിൽ ഇൻകം ടാക്സ് കുറെ സെർച്ച് സർവേ കുറെ സ്പെഷ്യൽ കാര്യങ്ങൾ ഇൻകം ടാക്സ് തുടങ്ങി വെച്ചു. അങ്ങനെ തുടങ്ങി വെച്ച ആൾക്കാർക്ക് പിന്നീട് റിട്ടേൺ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ്, നോ അപ്ഡേറ്റഡ് റിട്ടേൺ ഷാൽ ബി ഫർണിഷ്ഡ് ബൈ എനി പേഴ്സൺ ഫോർ ദ റെലവന്റ് അസസ്മെന്റ് ഇയർ വേർ, ഈ കേസിലും പറ്റില്ല. ആൻഡ് അപ്ഡേറ്റഡ് റിട്ടേൺ ഹാസ് ഓൾറെഡി ബീൻ ഫയൽഡ്. ഞാനൊരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തു, ഇനി അതിന്റെ പേര് ഒന്നും കൂടി എനിക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 24-25 എന്നുള്ള പ്രീവിയസ് ഇയർ അപ്ഡേറ്റഡ് റിട്ടേൺ ഞാൻ ഫയൽ ചെയ്തു, ഇനി എനിക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇയാളുടെ പേരിൽ എന്തെങ്കിലും അസസ്മെന്റ്, റീഅസസ്മെന്റ്, കമ്പ്യൂട്ടേഷൻ, റിവിഷൻ വല്ലതും പെൻഡിങ്ങോ അല്ലെങ്കിൽ കംപ്ലീറ്റോ ആയിട്ടുണ്ട് ഈ വർഷത്തെ സംബന്ധിച്ച്. അപ്പൊ എന്റെ അസസ്മെന്റ് ഇയർ 24-25, ഈ 24-25 സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം പെൻഡിങ് ആയി കിടക്കണം. എന്ത്? ഇൻകം ടാക്സിന്റെ സൈഡിൽ നിന്ന്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പെൻഡിങ് അല്ല കംപ്ലീറ്റ് ആയി തീരുമാനമായി, പിന്നെ അപ്ഡേഷൻ ഒന്നും ഇല്ല. ഇനി എന്റെ പേരിൽ ഈ പറയുന്ന, അത് അസസിയുടെ പേരിൽ ഈ പറയുന്ന ആക്ടുകളുടെ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആവുന്നു. ആൻഡ് അത് അസസിങ് ഓഫീസർ നമ്മളെ അറിയിക്കുന്നു. എപ്പോൾ അറിയിക്കുന്നു? അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ്. ഞാൻ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് ഞാൻ മറ്റന്നാൾ ഫയൽ ധരിച്ചിരിക്കുക. ഇന്ന് എനിക്കൊരു നോട്ടീസ് വന്നു, നിങ്ങളുടെ പേരിൽ സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് ആക്ട് പ്രകാരം ഞങ്ങൾക്ക് ഒരു പ്രൊവിഷൻ അപ്ലൈ ചെയ്യണം. ബിനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷന്റെ പ്രോഹിബിഷൻ പ്രകാരം അപ്ലൈ ചെയ്യണം. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം, ബ്ലാക്ക് മണി ആക്ട് പ്രകാരം, ഇങ്ങനെ കുറച്ച് പ്രശ്നം പിടിച്ച നിയമങ്ങളുടെ കേസിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പുറത്ത് ഒരു നോട്ടീസ് അപ്ലൈ അല്ലെങ്കിൽ റൂൾസ് അപ്ലൈ ചെയ്യാൻ പോവാണെങ്കിൽ എനിക്ക് ഇനി അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുന്നറിയോ, ഇത് ഇൻകം ടാക്സിനെ എന്നെ അറിയിച്ചിരിക്കണം. ഇത് ദേ ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ടു മീ. ഞാൻ അവർ ഈ കാര്യം എന്റെ പുറത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇൻഫർമേഷൻ റെലവെന്റ് ടു ദി SSC വിത്ത് റെസ്പെക്ട് ടു സെക്ഷൻ 90(90A ആൻഡ് സെയിം ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ്. അതായത് ഇന്റർനാഷണൽ ടാക്സേഷന്റെ പല കാര്യങ്ങൾ ഇൻകം ടാക്സിന് ഡൗട്ട് ഉണ്ടാവും, അത് നമ്മൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് ഡൗട്ട് ഉണ്ട്, അങ്ങനെ വിളിച്ച് പറഞ്ഞ് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല.
എനി പ്രോസിക്യൂഷൻ അണ്ടർ ചാപ്റ്റർ 22 ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ്. ചാപ്റ്റർ 22 എന്തെങ്കിലും പ്രോസിക്യൂഷൻ നമ്മുടെ പേര് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഫൈനലി നമ്മൾ വല്ല നോട്ടിഫൈഡ് ക്ലാസ്സിലുള്ള ആളാണെങ്കിൽ, ഇൻകം ടാക്സ് നോട്ടിഫൈ ചെയ്ത് ഇന്ന ആൾക്കാർക്കും അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരാളാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഇത്. കാരണം പുതുപുത്തൻ സെക്ഷനാണ്, കഴിഞ്ഞ കൊല്ലം വന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്തായാലും അറിഞ്ഞിരിക്കണം. 139A 2 വർഷം കൊണ്ട് ഫയൽ ചെയ്യുക, ITR RUH ഫയൽ ചെയ്യുക, ഇന്ന ആൾക്കാർക്ക് പറ്റില്ല. ക്ലിയർ? ഇനി വരുന്ന 140B. 140B ആണ് പറയുന്നത് എങ്ങനെയാണ് ഈ അപ്ഡേറ്റഡ് റിട്ടേണിലെ ടാക്സ് പേ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ കേസ് 1 where assessee has not furnished income return earlier, and case 2 where assessee has already furnished. ഒന്നില്ലെങ്കിൽ നേരത്തെ 139 1 4 5 വെച്ച് റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരാൾ ഇതുവരെ റിട്ടേൺ ഫയൽ ചെയ്തില്ല കഴിഞ്ഞ കൊല്ലത്തെ, വേണ്ട കൊല്ലത്തെ, അങ്ങനെയാണ് അയാൾ എന്ത് ചെയ്യണം? ആ ഫയൽ ചെയ്യേണ്ട റിട്ടേണിന്റെ പേരിൽ അടയ്ക്കാനായിട്ട് ഒരു ഫീസ് ഉണ്ടാവും, പെനാൽറ്റി ഫീസ്. അല്ല, നമ്മൾ നേരത്തെ കണ്ടല്ലോ 1000 5000 10000. അതും ഇനി അതിനോട് ഇൻട്രസ്റ്റും അടയ്ക്കാനുണ്ടാവും. ആ ഇൻട്രസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റും ആ ഫീസും അതിന്റെ കൂടെ അടയ്ക്കേണ്ട ടാക്സും. യെസ്, സോ പേ ദ ടാക്സ്, ഇൻട്രസ്റ്റ്, ഫീസ് ആൻഡ് ദി അഡീഷണൽ ഇൻകം ടാക്സ്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് അഡീഷണൽ ടാക്സ് വരുന്നത്, അതും ഉൾപ്പെടെ പേ ചെയ്യണം ബിഫോർ ഓർ വൈൽ ഫർണിഷിംഗ് ദിസ് അപ്ഡേറ്റഡ് റിട്ടേൺ. ITR RU വയ്ക്കുമ്പോൾ അതിനോട് ഇതെല്ലാം ചെയ്യണം. ഓക്കെ, അതിന്റെ എല്ലാത്തിനും പ്രൂഫ് വെച്ചിട്ട് വേണം ITR RU വെക്കാനായിട്ട്. ഇനി ഈ അഡ്വാൻസ് ടാക്സ്, സോറി, വൈൽ കമ്പ്യൂട്ടിംഗ് അഡീഷണൽ ടാക്സ്, അഡ്വാൻസ് അല്ല ഇവിടെ അഡീഷണൽ ടാക്സ് എന്നാ പറയണ്ടേ. ലെറ്റ് മീ ജസ്റ്റ് കറക്റ്റ് ഇറ്റ്. അഡീഷൻ വൈൽ കമ്പ്യൂട്ടിംഗ് അഡീഷണൽ ഇൻകം ടാക്സ് the following shall be reduced. അത് എന്തെങ്കിലും അഡ്വാൻസ് ടാക്സ് നമ്മൾ ഓൾറെഡി അടച്ച നമ്മുടെ പേരിലുണ്ടെങ്കിൽ കുറയ്ക്കാം, നമ്മുടെ പേരിൽ എന്തെങ്കിലും TDS ഓ TCS അടച്ചിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാം, ഇന്റർനാഷണൽ ടാക്സേഷൻ എന്തെങ്കിലും റിലീഫ് നമുക്കുണ്ടെങ്കിൽ കുറയ്ക്കാം, AMT MAT റിലീഫ് പോലെയുള്ള ക്രെഡിറ്റ് പോലെയാണെങ്കിൽ നമുക്കത് കുറയ്ക്കാം. ഇനി കേസ് 2 എന്താ പറയുന്നത്? ഞാൻ ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്തു, എന്നിട്ട് എനിക്കിത് തിരുത്തണം. അങ്ങനെയാണെങ്കിലും ഈ ഫയലിംഗ് ഓഫ് അപ്ഡേറ്റഡ് റിട്ടേണിന് മുമ്പ്, ബിഫോർ ഫയലിംഗ് യു ആർ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അടയ്ക്കേണ്ട എന്തെങ്കിലും ടാക്സോ അതിനോട് ഇൻട്രസ്റ്റോ ഫീസോ എന്തെങ്കിലും ആസ് ഡിസ്കസ്ഡ് അബോ അതെല്ലാം വിത്ത് അഡീഷണൽ ഇൻകം ടാക്സ് വേണം ഫയൽ ചെയ്യാൻ. അതേപോലെ തന്നെ എല്ലാ പ്രൂഫും നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും വേണം. ഇനി കമ്പ്യൂട്ടിംഗ് അഡ്വാൻസ് ടാക്സ് ഈ പറഞ്ഞ കാര്യങ്ങൾ കുറയ്ക്കാം. റിലീഫ് അണ്ടർ സെക്ഷൻ 140A1 ഇതിന്റെ ക്രെഡിറ്റ് നേരത്തെ എടുത്തിട്ടില്ല, നമ്മൾ 140 അസസ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ കാണും. TDS ഓർ TCS നേരത്തെ എടുത്തിട്ടില്ലാത്തത്, കാരണം ഞാൻ ആദ്യത്തെ റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ TDS TCS എടുത്തു നോക്കി, അതിന് രണ്ടാമത് എടുക്കാൻ പറ്റില്ല. ഇവിടെ എന്താ, ആദ്യം റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളല്ലേ, ഹു വാസ് നോട്ട് ഫർണിഷ്ഡ് അല്ലേ. ഇവിടെ ഓൾറെഡി ഫയൽ ചെയ്തു, ആ ഫയൽ ചെയ്ത് TDS TCS എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി എടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ റിലീഫ് ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല, എടുത്തിട്ടില്ലെങ്കിൽ എടുക്കാം. ഈ സെയിം 115ന്റെ 115Jയുടെ 115JWയുടെ ക്രെഡിറ്റ് നേരത്തെ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പറയുന്നത്. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ എല്ലാം കറക്റ്റ് ചെയ്തു, ഞാൻ അഡീഷണൽ ഇൻകം ടാക്സ് അടയ്ക്കാൻ റെഡിയാണ്, എല്ലാം റെഡിയാണ്, ഇൻട്രസ്റ്റും ഫീസൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ റെഡിയാണ്, എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു. അഡീഷണൽ ഇൻകം ടാക്സിന് എത്ര അടയ്ക്കണം? ഇത്ര പറയുന്നുള്ളൂ. ഇഫ് ഞാൻ അപ്ഡേറ്റഡ് റിട്ടേൺ ഇസ് ഫൈൽഡ് വിത്തിൻ 12 months, അതായത് നമുക്ക് 139(1) പ്രകാരമുള്ള ഡേറ്റിൽ ഞാൻ ഫയൽ ചെയ്തില്ല, അല്ലെങ്കിൽ പോട്ടെ ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യാൻ ഡേറ്റ് ഉണ്ടായല്ലോ, അതെന്തായിരുന്നു? ഒന്നില്ലെങ്കിൽ 31st December അല്ലെങ്കിൽ അസസ്മെന്റ് കഴിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ റിവൈസ്ഡ് റിട്ടേൺ സെയിം ഡേറ്റ് ആണ് വരുന്നത്. ആ ഡേറ്റ്, അത് എന്താ ഡേറ്റ്? ഈ കണ്ട ഡേറ്റ് കേട്ടോ, കൺഫ്യൂഷൻ വരണ്ട, അതെ ഈ ഡേറ്റ്. ഈ ഡേറ്റുകൾക്കുള്ളിൽ ഞാൻ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്തില്ല, അതായത് അതുകൊണ്ടാണ് അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണേ, കാരണം ഈ ഡേറ്റുകൾക്കുള്ളിലാണെങ്കിൽ ഞാൻ റിവൈസ് റിട്ടേൺ അല്ലേ ഫയൽ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റിൽ ഞാൻ ഫയൽ ചെയ്തില്ല, പക്ഷേ വർഷം കഴിഞ്ഞ് 12 മാസത്തിനുള്ളിൽ ഫയൽ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു ടൈം ഫ്രെയിം ആണ് ഞാൻ ഈ പറയുന്നത്. 31/3/25 അസസ്മെന്റ് ഇയർ കഴിഞ്ഞു, ഞാൻ അപ്ഡേറ്റഡ് റിട്ടേൺ 31/3/26 ഒരു വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യുന്നു, അല്ലെങ്കിൽ 2 വർഷം വരെ പോകാന്നുള്ള പറയാം, 27 ഫയൽ ചെയ്യുന്നു. ഒരു വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മൈ അഡീഷണൽ ടാക്സ് വിൽ ബി 25% ഓഫ് ടാക്സ് പ്ലസ് സെസ് പ്ലസ് സർചാർജ് പ്ലസ് ഇൻട്രസ്റ്റ് വാട്ട് എവർ ഇറ്റ് ഇസ്. ഇപ്പം ഞാൻ ഓൾറെഡി അടക്കേണ്ട ടാക്സ് അല്ലേ, ഓൾറെഡി അടയ്ക്കേണ്ട ടാക്സിന്റെ ഒരു 25% കൂടെ അഡീഷണൽ ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കണം. ഇനി ഞാൻ 12 മാസത്തിൽ അടയ്ക്കുന്നില്ല, 12 മാസത്തിനുള്ളിൽ അടയ്ക്കുന്നില്ല, ഞാൻ ഈ ഡേറ്റിനുള്ളിലാണ് അടയ്ക്കുന്നതെങ്കിൽ ഞാൻ എന്താ എക്സ്ട്രാ വരേണ്ടതെന്ന് അറിയാമോ? ഓൾറെഡി അടയ്ക്കേണ്ട ടാക്സ് പ്ലസ് അതിന്റെ 50%, 50% ഓഫ് ടാക്സ് പ്ലസ് സർചാർജ് പ്ലസ് സെസ് പ്ലസ് ഇൻട്രസ്റ്റ് വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ 25% ഓഫ് 50% എക്സ്ട്രാ ഓഫ് ടാക്സ് പ്ലസ് സർചാർജ് പ്ലസ് സെസ് പ്ലസ് എനി ഇൻട്രസ്റ്റ്. ഞാൻ അടയ്ക്കേണ്ടിയിരുന്ന കംപ്ലീറ്റ് ടാക്സിന്റെ 25% എക്സ്ട്രാ അടയ്ക്കണം, അല്ലെങ്കിൽ 50% എക്സ്ട്രാ അടയ്ക്കണം. അതാണ് അഡീഷണൽ ഇൻകം ടാക്സ്. ക്ലിയർ ആയോ? അത്രേ ഉള്ളൂ. അതാണ് അപ്ഡേറ്റഡ് റിട്ടേണും അപ്ഡേറ്റഡ് റിട്ടേണിന്റെ അഡീഷണൽ ടാക്സും വരുന്നത്. ഇനി ഫൈനലി ഒരു ചെറിയ ഏരിയയിലേക്ക് നമ്മൾ കിടക്കാണ്. രണ്ട് ഏരിയയോടെ നമ്മൾ റിട്ടേണിന്റെ ചാപ്റ്റർ തീരുകയാണ്. ദാറ്റ് ഏരിയ ഇസ് നമ്പർ 1, 139(9).
ഡിഫക്റ്റീവ് റിട്ടേൺ പ്രശ്നമായി പോയി. അതെന്ത് കേസാണെന്നുള്ളത് നോക്കാം. നമ്മുടെ റിട്ടേൺ പ്രശ്നമായി പോയി. സോ വേർ ദി അസസിംഗ് ഓഫീസർ കൺസിഡേഴ്സ്, അസസിംഗ് ഓഫീസറുടെ റിട്ടേൺ കിട്ടി ആൻഡ് ദേ കൺസിഡർ ഈ ഫർണിഷ് ചെയ്തിരിക്കുന്ന റിട്ടേൺ പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ നമ്മളെ അറിയിക്കും. ദേ വിൽ ഇന്റിമേറ്റ് ഈ ഒരു ഡിഫക്റ്റ് നമ്മുടെ റിട്ടേൺ ഉണ്ട്, അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം. ഒരു 15 ദിവസം തരും, നമ്മളെ അറിയിക്കും, ഇന്റിമേറ്റ് ചെയ്യും പ്രശ്നമുണ്ട്, അത് നമ്മൾ 15 ദിവസത്തിൽ 15 ഡേയ്സിൽ റെക്ടിഫൈ ചെയ്യണം, തിരുത്തണം. ഓക്കെ, 15 ഡേയ്സിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യണം ഇന്റിമേഷൻ കിട്ടുന്നതിനായി. ചിലപ്പോൾ സമയം കുറച്ചും കൂടെ കൂട്ടി തരും, 15 ദിവസം കൊണ്ട് തീരണ പ്രശ്നമല്ലെങ്കിൽ. ഓക്കെ, ഇനി അത് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ദിസ് റിട്ടേൺ വിൽ ബി കൺസിഡേർഡ്. ഇനി റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ റിട്ടേൺ വിൽ ബി ഇൻവാലിഡ്, റിട്ടേൺ റദ്ദാവും, ക്യാൻസൽ ആയി. സോ ഇഫ് റിട്ടേൺ ഓഫ് ഇൻകം ഇസ് ഇൻവാലിഡ് അല്ലെങ്കിൽ നോട്ട് റെക്ടിഫൈഡ് വിത്തിൻ 15 days, the return will be invalid and assessee റിട്ടേൺ ഫയൽ ചെയ്തിട്ടേ ഇല്ല എന്നുള്ള രീതിയിലായി പോകും. മനസ്സിലായോ? ഇനി ചില കേസുകളിൽ ഈ 15 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ദിവസം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നില്ലേ, 30 ദിവസമായിരുന്നു, 30 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നെങ്കിൽ പോലും അസിംഗ് ഓഫീസർ സമ്മതിക്കും. ചിലപ്പോൾ കണ്ണടങ്ങി പോട്ടെ, സാരില്ല പോട്ടെ എന്ന് പറയും. ഇനി എന്തൊക്കെ കേസിനാണ് ഈ പ്രശ്നങ്ങൾ വരാറുള്ളത്? ഈ പറഞ്ഞ കേസുകൾക്കാണ് പൊതുവെ ഡിഫക്റ്റ് നമ്മളെ അസിസ്റ്റിംഗ് ഓഫീസർ വിളിച്ചറിയിക്കുക. ഓക്കെ, അത് നിങ്ങൾ വായിച്ചാൽ മതി, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന കേസ് മാത്രമേ ഉള്ളൂ. ഇനി ഫൈനൽ കേസ്, സം സ്പെഷ്യൽ കേസ് ഓഫ് റിട്ടേൺസ് 139(4)A ചാരിറ്റബിൾ ട്രസ്റ്റ്, റിലീജിയസ് ട്രസ്റ്റ്. അതായത് സെക്ഷൻ 11-ന്റെയും 12-ന്റെയും ബെനിഫിറ്റ് എടുക്കുന്ന സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ, അവർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടപ്പോഴാണ് അവരുടെ ടോട്ടൽ ഇൻകം ആ ബെനിഫിറ്റ് എടുക്കുന്നതിന് മുമ്പ് മിനിമം ടാക്സബിൾ ലിമിറ്റിന്റെ മുകളിലാണെങ്കിൽ. പൊളിറ്റിക്കൽ പാർട്ടി അവരെപ്പോഴാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? അവർക്ക് 13A പ്രകാരം ബെനിഫിറ്റ് കിട്ടും. ആ ബെനിഫിറ്റ് എടുക്കുന്നതിന് മുമ്പ്, ആ എക്സംഷൻ ബെനിഫിറ്റ് എടുക്കുന്നതിന് മുമ്പ് അവരുടെ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ മുകളിലാണെങ്കിൽ. സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ അതേപോലെ തന്നെ, അവർക്ക് അവരുടെ ബെനിഫിറ്റ് എടുക്കുന്നതിന് മുമ്പ് അവരുടെ ഇൻകം നോട്ട് ടാക്സബിൾ എന്നുള്ള ലിമിറ്റിന് മുകളിലാണെങ്കിൽ. അപ്പോൾ ഈ 3 കേസിലും ഇൻകം ലിമിറ്റിന് മുകളിലാണെങ്കിൽ മാത്രം മതി. എപ്പോൾ? ബെനിഫിറ്റ് എടുക്കുന്നതിന് മുമ്പ്. നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലിന്റെ കേസിൽ പറഞ്ഞില്ലേ, അവന്റെ ടോട്ടൽ ഇൻകം എടുക്കേണ്ടത് ഈ 2 ബെനിഫിറ്റിന് മുമ്പാണ്. ഈ 2 ബെനിഫിറ്റ് എടുക്കുന്നതിന് മുമ്പ് അതിന്റെ ടോട്ടൽ ഇൻകം നോക്കണം, അത് റിവേഴ്സ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കേസ് വന്നിരിക്കുക, അതിൽ 13A ബെനിഫിറ്റ് എടുത്തിട്ടാണ് ആൾ ഇൻകം കിടക്കുന്നതെങ്കിൽ ആ 13A റിവേഴ്സ് ചെയ്തിട്ട് നോക്കുക. ഈ ലാസ്റ്റ് 3 4D 4E 4F യൂണിവേഴ്സിറ്റി, ബിസിനസ് ട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അണ്ടർ സെക്ഷൻ 115JB ഇവരെല്ലാവരും നിർബന്ധമായും റിട്ടേൺ ഫയൽ ചെയ്യണം, നിർബന്ധമായിട്ടും. ഓക്കെ, അത് ലോസ് ആയാലും ശരി, പ്രോഫിറ്റ് ആയാലും ശരി, വളരെ കുറവ് ഇൻകം ആയാലും ശരി, നത്തിങ് ടു ബി കൺസിഡേർഡ്, 100% കമ്പൽസറി ടു ഫയൽ റിട്ടേൺ. അപ്പൊ അതോടുകൂടെ സ്പെഷ്യൽ കേസ് ഓഫ് റിട്ടേൺ കഴിഞ്ഞു. ഇതോടുകൂടെ നമ്മുടെ സ്റ്റഡി ഫോർ റിട്ടേൺ ഓഫ് ഇൻകം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് വരുന്ന സ്റ്റഡിയാണ് അസസ്മെന്റ് പ്രൊസീജിയർ. അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു അല്ലെങ്കിൽ ഫയൽ ചെയ്തില്ല, നമ്മളെ കൊണ്ട് ഇതൊരു ഫയൽ ചെയ്യിപ്പിക്കും, ഈ ഫയൽ ചെയ്ത റിട്ടേൺ ഇവർ പരിശോധിക്കും. അതാണ് ഈ അസസ്മെന്റ്. അതാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞ് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടംപോലെ അപ്ഡേറ്റ്സും പല കാര്യങ്ങളും ഉണ്ടായി നമുക്ക് ഈ വർഷത്തേക്കുള്ളത് എല്ലാം നന്നായി, എസ്പെഷ്യലി അപ്ഡേറ്റഡ് റിട്ടേൺ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. And before I sign off, I would like to request you, as I always request, if you liked my video, if you enjoyed my teaching, please do share your love, like, share, subscribe, comment. No, comments are എനിക്ക് ഏറ്റവും ഇഷ്ടം വായിക്കാനായിട്ട്. So whatever comments that you have, I would request you to share your comments and tell your friends about this small channel of mine. So അത്രയും പറഞ്ഞുകൊണ്ട് I am winding up this video. This is Nishant Raghunath signing off and wishing you the very best for the coming exams. Tata, take care and goodbye.